ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. സ്തോത്രം. എല്ലാവരും ചേർന്ന് ആ വാക്യം ഒന്ന് വായിച്ചേ. ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. സ്തോത്രം. ഹല്ലേലൂയ. ഈ എഫെസ്യ ലേഖനം 6-ാം അധ്യായം നമ്മൊന്ന് പഠിക്കുമ്പോൾ 6-ാം അധ്യായത്തിൻ്റെ തുടക്കം, സ്തോത്രം, തുടക്കം നാം ഒന്ന് പഠിച്ചാൽ, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുള്ള ബന്ധത്തിൽ എപ്രകാരമായിരിക്കണം, അതേപോലെ കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ എപ്രകാരമായിരിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ ജീവിതത്തിനകത്ത് ആയിരിക്കേണ്ട ക്രമത്തെക്കുറിച്ച് എഫെസ്യ ലേഖനം 6-ാം അധ്യായം തുടങ്ങുന്നത്. ഹല്ലേലൂയ. ദാസന്മാർ എപ്രകാരം യജമാനൻ്റെ മുമ്പിൽ നിൽക്കണം. സ്തോത്രം. യജമാൻ എപ്രകാരം ദാസൻ വഴി നടത്തണം എന്നുള്ള ഒരു സ്ട്രക്ചർ അവിടെ കാണാൻ കഴിയുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നാം ഇന്ന് ചിന്തിക്കാൻ പോകുന്നത് ആത്മീയ യുദ്ധത്തെക്കുറിച്ച്. സ്തോത്രം. സ്പിരിച്വൽ വാർഫെയർ. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്ന യുദ്ധം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഒരു വിഷയം ദൈവത്തിൻ്റെ ആത്മാവ് കഴിഞ്ഞ ദിവസങ്ങളിൽ എന്നെ ഇരുത്തി പഠിപ്പിക്കാനും ചിന്തിക്കാനും തുടങ്ങി. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ഒരു പക്ഷേ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞെന്ന് വരത്തില്ല, അല്ലെങ്കിൽ സ്വീകരിക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. സ്തോത്രം. കാരണം നമുക്കറിയാം, ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. സ്തോത്രം. ചിലർ വിശ്വാസത്തിൻ്റെ തുടക്കക്കാരാണ്, ചിലർ വർഷങ്ങളുടെ കാലപ്പഴക്കം അവരുടെ വിശ്വാസ ജീവിതത്തിനകത്തുണ്ടാകും. ഓരോ കാറ്റഗറി ആൾക്കാരാണ്. സ്തോത്രം. പക്ഷെ ദൈവസന്നിധിയിൽ വരുന്ന ഒരു ദൈവ പൈതലിന്, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ ആയിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ഒരു ആത്മീയ യുദ്ധത്തെ അഭിമുഖീകരിക്കാതെ, സ്തോത്രം, ഹല്ലേലൂയ, ആ ക്രിസ്തീയ ജീവിതം, ആത്മീയ യുദ്ധമില്ലാത്തൊരു ക്രിസ്തീയ ജീവിതം ഇല്ല. സ്തോത്രം. എന്ന് വെച്ചാൽ എല്ലാ പ്രിയപ്പെട്ടവരും എല്ലാവരും ഈ ഒരു മേഖലകളിൽ കൂടെ കടന്നു പോകേണ്ടി വരും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, യുദ്ധങ്ങൾ പലവിധമുണ്ട്, പലവിധമായ യുദ്ധം. സ്തോത്രം. രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമുണ്ട്. അതേപോലെയുള്ളൊരു യുദ്ധമാണ് ഈ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന യുദ്ധം. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ദൂതന്മാരും പിശാചിൻ്റെ ദൂതന്മാരും, അല്ലെങ്കിൽ ഇരുളിൻ്റെ ദൂതന്മാരും തമ്മിൽ എപ്പോഴും ഒരു ഫൈറ്റുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ എങ്ങനെയെങ്കിലും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടുത്തരുത്, അല്ലെങ്കിൽ പ്രയോജനമില്ലാത്തവരാക്കണം എന്നുള്ളതാണ് ഇരുളിൻ്റെ മേഖല ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. പക്ഷേ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മൾ ക്രിസ്തുവിന് വേണ്ടി നിലനിൽക്കുന്ന ഒരു, ഹല്ലേലൂയ, ക്രിസ്തുവിന് വേണ്ടി അന്ത്യത്തോളം നിലനിൽക്കുന്ന വ്യക്തിത്വമായി തീരണമെന്ന കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നാം വായിച്ചു, ഒടുവിൽ കർത്താവിലും അവൻ്റെ അമിത ബലത്തിലും ശക്തിപ്പെടുവീൻ. അടുത്ത വാക്യം ഒന്ന് വായിച്ചേ. സ്തോത്രം. അപ്പൊ നോക്കിക്കേ, ദൈവത്തിൻ്റെ സർവായുധ വർഗം ധരിച്ചുകൊള്ളുവീൻ. അപ്പം നാം പറഞ്ഞു, ആദ്യം ഈ നമ്മൾ കൂടി വന്നിരിക്കുന്ന ദൈവമക്കളെല്ലാം ഈ ആത്മമണ്ഡലത്തിൽ ഉണ്ടാകുന്ന യുദ്ധത്തെക്കുറിച്ച് നാം അവെയറായിരിക്കണം. ഹല്ലേലൂയ. സ്തോത്രം. നമുക്ക് മറ്റു പല കാര്യങ്ങളെക്കുറിച്ചും നല്ല അറിവുണ്ട്. സ്തോത്രം. നമ്മൾ മിടുക്കരാണ്, നമുക്ക് എല്ലാറ്റിനെക്കുറിച്ചും അറിയാം. പക്ഷേ ഈ ആത്മമണ്ഡലത്തിൽ നടക്കുന്ന ഈ ഒരു യുദ്ധത്തെക്കുറിച്ച് നാം വളരെ പ്രധാനമായി നാം അറിഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നാം ഇന്നലെ കേട്ടു, ദൈവം ആദിയിൽ
ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതിന് ശേഷം ഒന്നാമത്തെ ദിവസം എന്ത് സൃഷ്ടിച്ചു? വെളിച്ചത്തെ. ഹല്ലേലൂയ. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചം ഉണ്ടായി. ഹല്ലേലൂയ. ദൈവം പ്രത്യേകമായിട്ട് ഇരുട്ടിനെ സൃഷ്ടിച്ചില്ല, ഉളവാക്കിയില്ല. സ്തോത്രം. പക്ഷേ ദൈവം വെളിച്ചത്തെ ഉളവാക്കി. വെളിച്ചം മാറിയപ്പോൾ പറയാതെ തന്നെ എന്തു വന്നു? ഇരുട്ട് വന്നു. സ്തോത്രം. എന്നതുപോലെ ദൈവമക്കളെ, നമ്മുടെ ആത്മീക ജീവിതത്തിനകത്തും നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ വെളിച്ചം മാറുമ്പോൾ, ഹല്ലേലൂയ, ദൈവത്തിൻ്റെ വചനമാകുന്ന വെളിച്ചം നമ്മളിൽ നിന്നും മാറുമ്പോൾ, നാം ആരും ഇൻവൈറ്റ് ചെയ്യാതെ പൈശാചിക മണ്ഡലം നമ്മുടെ മേൽ ആധിപത്യം പറയും. സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ലൈറ്റ് ഇവിടെ ഉണ്ട്. നമ്മളിങ്ങനെ കയറി വന്നു. സ്തോത്രം. കയറി വന്നപ്പോൾ ഈ റൂമിനകത്ത് എന്തായിരുന്നു? ഡാർക്കായിരുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഡാർക്കായിരുന്നു. പക്ഷേ പെട്ടെന്ന് ലൈറ്റ് സ്വിച്ച് ഓൺ ചെയ്തപ്പോൾ ആ ഡാർക്ക്നെസ് എല്ലാം മാറി എന്തായി? പ്രകാശമായി. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങളെല്ലാം ശ്രദ്ധിച്ച് നിൽക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിക്കണം. സ്തോത്രം. ഹലോ, ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്നത് നിങ്ങളുടെ തല ഇങ്ങനെ തിരിയാൻ വേണ്ടിയാണ്. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്ത് ചെയ്യുന്നറിയാം? നിങ്ങൾ ഇങ്ങനെ എന്നെ തന്നെ നോക്കിയിരുന്നാൽ പതുക്കെ എന്ത് ചെയ്യും? ഉറങ്ങി വീഴാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് ഞാൻ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറുന്നത്. സ്തോത്രം. അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ച് നിൽക്കണം. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒരു പ്രകാശം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുമ്പോൾ നാം ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ ഇരുളെന്ത് ചെയ്യും? അകത്ത് കടക്കും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ചിന്തിച്ചേ. സ്തോത്രം. ഹല്ലേലൂയ. ഈ ഇരുളിൻ്റെ മേഖലകൾ ഇല്ലായിരുന്നെങ്കിൽ നമുക്ക് എപ്പോഴും ദൈവസാന്നിധ്യത്തിനകത്ത് തന്നെ ആയിരിക്കാൻ കഴിയില്ലായിരുന്നോ? ഹല്ലേലൂയ. നമുക്കെപ്പോഴും പ്രാർത്ഥന, ആരാധന, വചനധ്യാനം, സ്തോത്രം, കർത്താവിനോട് നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. ഉപവസിക്കുവാനൊരു തീഷ്ണത, പ്രാർത്ഥിക്കുവാനൊരു തീഷ്ണത, കൂട്ടായ്മയ്ക്ക് എല്ലാ ദിവസവും പോകുവാനൊരു തീഷ്ണത. സ്തോത്രം. ഇതൊക്കെയും ഹല്ലേലൂയ ഉണ്ടാകത്തില്ലേ? പക്ഷേ എവിടെയൊക്കെയോ നമ്മളെ പിടിച്ചൊതുക്കുന്ന ഒരു മേഖലകൾ ഉള്ളതുകൊണ്ടാണ് നമ്മളെ ചില മേഖലയിൽ മടുപ്പുണ്ടാക്കുന്നത്. ഹല്ലേലൂയ. നമ്മളെ ശ്രദ്ധിച്ചേ. നമ്മളൊരു തീരുമാനമെടുത്തൊന്ന് ചിന്തിച്ചോ? ഹല്ലേലൂയ. നാം പലപ്പോഴും പല കൺവെൻഷൻ സ്റ്റേജുകളിലും ഉപവാസ പ്രാർത്ഥനയ്ക്കും, അല്ലെങ്കിൽ 21 ദിവസം ഉപവാസം കഴിയുമ്പോഴും പ്രാർത്ഥന കഴിയുമ്പോഴും, അല്ലെങ്കിൽ വലിയ ദൈവസാന്നിധ്യം അനുഭവിക്കുന്നതിന് ശേഷമൊക്കെ അതിനകത്ത് ആ നിറഞ്ഞു നിൽക്കുന്ന ദൈവസാന്നിധ്യത്തിനകത്ത് നാം പലപ്പോഴും പല തീരുമാനമെടുക്കും. കർത്താവേ, ഞാൻ എന്തു ചെയ്യും? ഇന്നു മുതൽ സ്തോത്രം, ഇന്ന സമയം തൊട്ട് ഇന്ന സമയം വരെ മുടക്കാതെ പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. തീരുമാനം എടുത്തിട്ടുണ്ടോ? സ്തോത്രം. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കറ പിടിച്ച് കിടക്കുന്ന മേഖലകളെ പറയും. സ്തോത്ര. കർത്താവേ, ഹല്ലേലൂയ, ഇന്നു മുതൽ ഞാൻ അതിനെ ഉപേക്ഷിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. ഇനി മുതൽ അതിൻ്റെ മേൽ വാഴത്തില്ല, ഞാൻ പൂർണ്ണമായി ഉപേക്ഷിച്ചു. ഹല്ലേലൂയ. ഞാൻ ഇനി മുതൽ കർത്താവിൻ്റെ പൈതലായി ജീവിച്ചോളാം എന്നൊക്കെയുള്ളൊരു ഒരുപാട് തീരുമാനങ്ങൾ നാം എടുക്കും. ഹല്ലേലൂയ. പക്ഷേ ഒന്നാമത്തെ ദിവസം പ്രാർത്ഥന, നമ്മളൊരു പ്രാർത്ഥനയ്ക്ക് നമ്മൾ തീരുമാനം എടുക്കുകയാണെങ്കിൽ ഒരു അർദ്ധരാത്രിയിൽ നാം കയറി, സ്തോത്രം, 12 മണി തൊട്ട് 1 മണി വരെ, അല്ലെങ്കിൽ രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് ഇന്ന് പ്രാർത്ഥിക്കാമെന്നൊക്കെയുള്ള തീരുമാനമെടുത്ത് ഒന്നാമത്തെ രാത്രി നാം എഴുന്നേക്കും. സ്തോത്രം. രണ്ടാമത്തെ രാത്രി നാം എഴുന്നേക്കും. പക്ഷേ മൂന്നാമത്തെ രാത്രി ഹല്ലേലൂയ എവിടെയൊക്കെയോ നമ്മളെ ക്ഷീണം നമ്മളെ ഭരിക്കും. ഹല്ലേലൂയ. പക്ഷേ ഹല്ലേലൂയ പിന്നെ ഓർക്കും, വേണോ എണീക്കണോ അല്ലെങ്കിൽ വേണോ എന്നൊക്കെ ഒരു എന്ത് ചെയ്യും? ഒരു ചിന്ത വരും. സ്തോത്രം. പൈശാചിക മേഖല അല്ലെങ്കിൽ ഇരുളിൻ്റെ മേഖല ഇല്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നോ? ഹല്ലേലൂയ. എപ്പോഴും അവൻ്റെ ആഗ്രഹമെന്ന് പറയുന്നത് നമ്മൾ ആത്മികത്തിൽ ഉയരരുത്. സ്തോത്രം. കർത്താവിൻ്റെ സാന്നിധ്യത്തോട് ചേർന്ന് നടക്കരുതെന്നാണ് ഇരുളിൻ്റെ മേഖല നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. 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 നമുക്കറിയാം ദൈവമക്കളെ, നാം സ്തോത്രം യുദ്ധകളത്തിൽ ആയിരിക്കുന്നത് നമ്മൾ ഒരു സ്തോത്രം. ഹല്ലേലൂയ. എന്തിനോടാണ് നമ്മുടെ യുദ്ധം? നമുക്ക് യുദ്ധമുണ്ടെന്ന് കേട്ടു. സ്തോത്രം. പലപ്പോഴും പലരും പഴയ നിയമത്തിനകത്ത് മുഴുവൻ യുദ്ധങ്ങൾ രാജ്യങ്ങളും തമ്മിലായിരുന്നു.
സ്തോത്രം. ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ ഹല്ലേലൂയ ഹല്ലേലൂയ തങ്ങളെ എതിർക്കുന്ന രാജ്യങ്ങൾ എന്ത് ചെയ്യുമായിരുന്നു? യുദ്ധത്തിന് വരുമായിരുന്നു. സ്തോത്രം. പക്ഷേ പുതിയ നിയമത്തിലേക്ക് കയറുമ്പോൾ എഫെസ്യ ലേഖനത്തിനകത്ത് പൗലോസ് പറയുന്നു, നമുക്കൊരു പോരാട്ടം ഉണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ആ പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല. സ്തോത്രം. എന്ന് വെച്ചാൽ ചില സാഹചര്യങ്ങളിൽ ഹല്ലേലൂയ നമ്മുടെ ഓഫീസിലുള്ളവർ നമ്മളെ ഇങ്ങനെ പതുക്കെ ചൊറിയും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പം നമുക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് ആ വ്യക്തിയോട് ഒരു വൈരാഗ്യവും കയ്പും എന്തെന്നില്ലാത്ത വിദ്വേഷവും ഒക്കെ ഇങ്ങനെ കയറും. സ്തോത്രം. ഹല്ലേലൂയ. നമ്മളെ മാറി ഇന്ന് കുറ്റം പറയുമ്പോൾ, ഹല്ലേലൂയ, നമ്മൾ കേൾക്കാത്ത വിഷയങ്ങൾക്കകത്ത് നമ്മളെ കൊണ്ടിടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ആ വ്യക്തിയോട് ഒരു കയ്പുണ്ടാകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഒരു വിദ്വേഷമുണ്ടാകാൻ സാധ്യതയുണ്ട്. ആ ഒരു കയ്പ് മുളച്ച പലപ്പോഴും സ്തോത്രം ഹല്ലേലൂയ പിശാച് അല്ലെങ്കിൽ ആ ഒരു ഫലം മുളച്ച് ഹല്ലേലൂയ പിന്നെ ഫലം ദൈവത്തിൽ നിന്നുള്ള ആത്മാവിൽ നിന്നുള്ള ഫലമായിരിക്കത്തില്ല. അത് പിന്നെ പിശാചിൻ്റെ ഫലങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് വിപരീതമായിരിക്കും അത് പ്രവർത്തിക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്കെന്ത് ചെയ്യും? വ്യക്തിപരമായിട്ട് ഒരു പ്രയാസവും വ്യക്തിപരമായിട്ടൊരു കയ്പും വേദനയും ഇഷ്ടക്കേടും ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷേ വചനം പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾക്ക് പോരാട്ടമുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ അത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും അത്രേ. കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. ആത്മമണ്ഡലത്തിൽ യുദ്ധമുണ്ട്. ഹല്ലേലൂയ. പക്ഷേ അതാരോടല്ല? മനുഷ്യരോടല്ല, വ്യക്തികളോടല്ല, ഏതെങ്കിലും ഒരു പ്രസ്ഥാനങ്ങളോടല്ല. ഹല്ലേലൂയ. നമ്മുടെ ഹല്ലേലൂയ സ്തോത്രം ഓഫീസിലെ ബോസിനോടല്ല, നമ്മളെ കൂടുതൽ ചൊറിയുന്ന വ്യക്തികളോടല്ല. യുദ്ധമുള്ളത് മറഞ്ഞു നിന്ന് അവരുടെ ഹല്ലേലൂയ ഉപയോഗിക്കുന്ന, മറഞ്ഞു നിന്ന് ഹല്ലേലൂയ അതിനെ കരുവാക്കുന്ന പൈശാചിക മേഖലകളോടാണ് നമ്മുടെ യുദ്ധം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ആ ഒരു മേഖലകളെ നാം പ്രാർത്ഥിച്ച് ആത്മമണ്ഡലത്തിൽ അതിനെ വെട്ടണം. ഹല്ലേലൂയ. എനിക്കറിയാം സ്തോത്രം, ഇന്ന് വചനത്തിനകത്തൂടെ ദൈവത്തിൻ്റെ ആത്മാവ് ഇത് ശുശ്രൂഷിക്കുവാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പോകുന്ന വിഷയത്തിനകത്ത്, നിങ്ങൾ പോകുന്ന ഹല്ലേലൂയ ഏതൊക്കെയോ ആത്മീയ യുദ്ധത്തിനകത്ത് ദൈവാത്മാവ് നിങ്ങൾക്കൊരു വിജയം കൈവരുവാൻ, വിജയം തരുവാൻ ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുക. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നാം പലപ്പോഴും സ്തോത്രം അറിയാം, ഈ ദൈവസഭയെക്കുറിച്ച്, ദൈവസഭയിൽ വളരെ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ്. സ്തോത്രം. ഹല്ലേലൂയ. പലപ്പോഴും പലരും വന്ന് പറയാറ്, നമ്മളെക്കുറിച്ച് സാക്ഷ്യങ്ങൾ പറയാറുള്ള ഒരു കാര്യമാണ്, എന്ത് നല്ല അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാ. എന്നോട് ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, കുറേ പാസ്റ്റർമാർ, കുറേ ദൈവദാസന്മാർ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മളെ പൊക്കി പറയാൻ വേണ്ടി പറഞ്ഞാണോന്നും അറിയത്തില്ല, സ്തോത്രം ഉള്ളതാണോന്നും അറിയത്തില്ല, എന്തായാലും പറഞ്ഞിട്ടുണ്ട്. ഒരു 5 കൂടുതൽ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ദൈവദാസനെ നിങ്ങൾ എന്തായാലും ഒരു ഭാഗ്യവാനാണ്, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്തോത്രം ഹല്ലേലൂയ ദൈവമക്കളെല്ലാം ഹല്ലേലൂയ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളാണ്. അത് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു സന്തോഷമില്ലല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. നിഷ്കളങ്കരായിട്ടുള്ളവരാ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കൃപ ഓർത്ത് ഹല്ലേലൂയ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട യൗവനക്കാരെ ദൈവം നമുക്ക് വേണ്ടി തന്നു. തലമുറകളെ ദൈവത്തിന് ഹല്ലേലൂയ ദൈവം നമുക്ക് വേണ്ടി തന്നു. അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ ദൈവം നമുക്ക് വേണ്ടി തന്നു. അനുഗ്രഹിക്കപ്പെട്ട സഹോദരിമാരെ ദൈവം നമുക്ക് വേണ്ടി തന്നു. അങ്ങനെ പറയുമ്പോൾ ഇവിടെ നിന്ന് എവിടുന്നോ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. സ്തോത്രം. യഥാർത്ഥമായിട്ട് അറിയണമെങ്കിൽ എങ്ങോട്ട് വരണം? വീട്ടിലോട്ട് വരണം. സ്തോത്രം. ഹല്ലേലൂയ. യഥാർത്ഥ സ്വഭാവം കാണണമെങ്കിൽ വീട്ടിലോട്ട് വന്നാൽ കാണാമെന്ന് ഇവിടെ നിന്ന് ആരോ പറഞ്ഞതുപോലെ എനിക്ക് തോന്നി. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾക്കൊരു വിഷമം തോന്നാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ എന്നോട് നിങ്ങൾ പറയും, സ്തോത്രം ഹല്ലേലൂയ
ദൈവദാസനെ, ഹല്ലേലൂയ, ഇങ്ങേരുടെ യഥാർത്ഥ സ്വഭാവം കാണണമെങ്കിൽ ആരും അറിയാതെ വീട്ടിലോട്ട് വന്നാൽ മതി, കാണാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എപ്പോൾ നോക്കിയാലും കുറ്റപ്പെടുത്തൽ, സ്തോത്രം. എപ്പോൾ നോക്കിയാലും പള്ളു പറച്ചിൽ, സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ, എന്നെ എന്ത് ചെയ്യുന്നില്ല, പഴയതുപോലെ എന്നെ സ്നേഹിക്കുന്നില്ല, പഴയതുപോലെ എന്നോട് മിണ്ടുന്നില്ല എന്ന് വേണ്ട, എപ്പോഴും പരിഭവ, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് എന്ത് ചെയ്യും, അനുഗ്രഹിക്കപ്പെട്ട ഒരു സ്തോത്രം കൂട്ടായ്മ കർത്താവ് നമുക്ക് വേണ്ടി തന്നു, സ്തോത്രം. ഇവിടെയുള്ളവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ പറയുന്ന വാക്കുകൾ എന്താ? അനുഗ്രഹിക്കപ്പെട്ട കൂട്ടമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു ഭാഗത്ത് ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ, സ്തോത്രം, ഹല്ലേലൂയ, പുറമേ നോക്കുമ്പോൾ എല്ലാവരും നല്ല സന്തോഷം. നമ്മളൊക്കെ നമ്മൾ വൈകിട്ട് ഒരു കൂട്ടായ്മ വെച്ചാൽ, ഹല്ലേലൂയ, എല്ലാവരെയും അടിച്ചോടിച്ചാൽ പോലും ആരും പോകത്തില്ല, സ്തോത്രം. പക്ഷേ എല്ലാവർക്കും എന്തുവാ, ആ ഒരു കുറേ ദിവസങ്ങൾക്ക് ശേഷം കാണുമല്ലേ, അവർ ഇന്ന് സംസാരിക്കുന്നു, മിണ്ടുന്നു, ഹല്ലേലൂയ, വിശേഷങ്ങൾ ചോദിക്കുന്നു, പറയുന്നു, ഹല്ലേലൂയ, ഒരു സന്തോഷമാണ്, ഹല്ലേലൂയ. ഇറക്കി വിട്ടാൽ പോലും എന്ത് ചെയ്യത്തില്ല, പോകത്തില്ല. അങ്ങനത്തെ ഒരു ഹല്ലേലൂയ അറ്റാച്ച്മെൻ്റ് ഓരോരുത്തരും അങ്ങനെ ആവണം, സ്തോത്രം. ഞാൻ നിങ്ങളെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, ഹല്ലേലൂയ. പക്ഷേ ഒന്ന് ശ്രദ്ധിച്ചോണം, ഈ ഒരു സന്തോഷം നിലനിൽക്കുമ്പോൾ തന്നെ, ഹല്ലേലൂയ, നാളുകളിൽ, ഹല്ലേലൂയ, ഇവൻ ഹല്ലേലൂയ, അല്ലെങ്കിൽ ഇരുളിൻ്റെ മേഖലകൾ മാറി ഇന്ന് ചിന്തിക്കുന്നത് ഈ സന്തോഷത്തെ എങ്ങനെ കെടുത്താൻ കഴിയും. നമുക്കറിയാം, നമ്മൾ സന്തോഷിച്ചു, ചിരിച്ചു, വീട്ടിൽ പോയി കിടന്നുറങ്ങി. പക്ഷേ പിശാചിന് ഉറക്കമില്ല, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരുളിൻ്റെ മേഘത്തിന് എന്തില്ല, ഉറക്കമില്ല. അവനിങ്ങനെ തന്ത്രങ്ങൾ, ഹല്ലേലൂയ, മെനഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. എങ്ങനെ ഒരു വ്യക്തിയെ ഇതിനകത്ത് കരുവാക്കാൻ പറ്റും, സ്തോത്രം. ഒരു വ്യക്തിയെ ഇതിനകത്തെടുത്ത് ഉപയോഗിക്കാൻ കഴിയും. എങ്ങനെ ദൈവസഭയ്ക്കകത്ത്, ഹല്ലേലൂയ, ഉയരുന്ന സന്തോഷത്തെ കെടുത്താൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനാണ്, ഹല്ലേലൂയ, വചനം പറയുന്നത്, നാം പ്രാർത്ഥനയുടെ മതിൽ കെട്ടണം. ഹല്ലേലൂയ. എന്ത് ചെയ്യണം? പ്രാർത്ഥനയുടെ മതിൽ കെട്ടണം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കറിയാം, സ്തോത്രം, ഈ ദൈവസഭയെക്കുറിച്ച് ദൈവം വലിയ പ്ലാനും പദ്ധതികളും ഒരുക്കിയിട്ടുണ്ട്, സ്തോത്രം. വിശ്വസിക്കുന്നോ? ഹല്ലേലൂയ. വലിയ പ്ലാനും പദ്ധതികളും ഈ ദൈവസഭയ്ക്കകത്ത് ദൈവം കൊണ്ടിട്ടിട്ടുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. എല്ലാവരും വിശ്വസിച്ച് കുഞ്ഞവിടെ കരഞ്ഞോട്ടെ, സ്തോത്രം. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിച്ച്, നിങ്ങളുടെ ശ്രദ്ധ തെറ്റിപ്പോകരുത്, സ്തോത്രം. ഹല്ലേലൂയ. ദൈവം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്ന പ്ലാനും, ഹല്ലേലൂയ, പദ്ധതിയും വലുതാണ്, സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ നോക്കിക്കേ, പലപ്പോഴും ദുഷ്ടൻ നമ്മളെ കരുവാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഹല്ലേലൂയ, 3 ശരീരത്തിൻ്റെ അവയവങ്ങളുണ്ട്, സ്തോത്രം. ഹല്ലേലൂയ. ഒന്ന് നമ്മുടെ കണ്ണ്, സ്തോത്രം. മറ്റൊന്ന് നമ്മുടെ ചെവിയ. മൂന്നാമതൊന്ന് നമ്മുടെ നാവ, സ്തോത്രം. അവൻ പലപ്പോഴും വഴിതിരിച്ച് വിടുന്ന, അല്ലെങ്കിൽ റൂട്ട് തെറ്റിക്കുന്ന കാര്യങ്ങളാണ്, സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം, ഞാൻ പലപ്പോഴും കണ്ണ് പ്രശ്നക്കാരനാകുന്നത് മൊബൈൽ ഫോണിനകത്ത്, സ്തോത്രം. ഞാൻ ഫോൺ എടുത്തിട്ട് എങ്ങനെ അവിയലുണ്ടാക്കുന്നതെന്ന് അടിച്ച് നോക്കി കയറിയതാണ്. അവിയലുണ്ടാക്കി നോക്കി അടുത്ത സ്റ്റെപ്പിലോട്ട് കയറി, സ്തോത്രം. അടുത്ത വീഡിയോയിലോട്ട് കയറി, സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക, സ്തോത്രം. തോണ്ടി. അപ്പോൾ കണ്ണുകളിൽ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ കണ്ണിന് ഇഷ്ടമുള്ളതിലേക്ക് പതുക്കെ കയറുക, സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ കണ്ണെപ്പോഴും നമ്മളെ ദർശനങ്ങൾക്കകത്തേക്ക് കയറാൻ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദർശനങ്ങൾ കാണാൻ കഴിയാതെ, ഹല്ലേലൂയ, ഭൗതിക മേഖലകൾക്കകത്ത്, ഹല്ലേലൂയ, ശരീരത്തിന് ഇഷ്ടമാകുന്ന തലങ്ങളിലേക്ക് ഓടിച്ചു കൊണ്ടുപോകുന്ന വിധമാണ്, ഹല്ലേലൂയ, അല്ലെങ്കിൽ അവയവമാണ് കണ്ണെന്ന് പറയുന്നത്. ഹല്ലേലൂയ,
സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ആ കണ്ണിനെ നാം എന്ത് ചെയ്യണം? ഇന്ന് പകൽക്കാലം നാം പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ആ മേഖലകൾക്കകത്ത് ഒരു ഹല്ലേലൂയ ഒരു 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 ഒന്ന് പുറത്തു വരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇന്ന് പകൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. കർത്താവേ, എൻ്റെ കണ്ണിൻ്റെ മേൽ ദൈവം ഒരു അഭിഷേകം കൈമാറണം. ദൈവത്തിന് ഹിതമില്ലാത്തത് കാണുവാൻ, ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് കാണുവാൻ, അല്ലെങ്കിൽ ഇന്ന് വരെ ഞാൻ കണ്ടുപോയിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ കണ്ടു, പക്ഷേ ഇന്നു മുതൽ ഒരു പ്രത്യേക അഭിഷേകം എൻ്റെ കണ്ണിൻ്റെ മേൽ പകരണം. നമുക്കറിയാം, സ്തോത്രം, ഒരു ദൈവദാസൻ ശുശ്രൂഷിച്ചപ്പോൾ ഇങ്ങനെ പറഞ്ഞു, സ്തോത്രം, ആദ്യം ഒന്ന് നോക്കുന്നത് തെറ്റല്ല, പക്ഷേ രണ്ടാമത് വീണ്ടും നോക്കുന്നത് തെറ്റാ. ഹല്ലേലൂയ. തുടർമാനമായിട്ട് നാം ആ പാപത്തിൽ തന്നെ മുഴുകി നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഒന്നോർത്തോണം ദൈവമക്കളെ, നാം പിശാചിൻ്റെ പിടിയിൽ കിടക്കുകയാണ്. ഹല്ലേലൂയ. അവൻ്റെ കുരുക്കിനകത്ത് നാം ആയിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ ആ മേഖലകളെ പൊട്ടിക്കുവാൻ എത്ര പേർ ഇന്ന് പകൽ ആഗ്രഹിക്കുന്നു? ഹല്ലേലൂയ. രണ്ടാമതായിട്ട് നമ്മുടെ കാത് ഭയങ്കര ഒരു സ്തോത്രം പ്രശ്നമാണ്. കഴിഞ്ഞ ദിവസം ഹല്ലേലൂയ എവിടുന്നോ ആളുടെ പേരൊന്നും പറയത്തില്ല, സ്തോത്രം, നിങ്ങൾക്കെല്ലാം അറിയാവുന്ന, എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, ഞാൻ ഒന്നാമത്തെ ഡ്യൂട്ടിയിൽ ചെയ്ത് ഒന്നാമത്തെ സമയമില്ല, സ്തോത്രം, ഓടി 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 നടക്കുക. അതിൻ്റെ ഇടയ്ക്ക് എന്നെ വിളിച്ചിട്ട് ചോദിക്കുക, ഇന്ന ആരുടെ വിഷയം അറിഞ്ഞായിരുന്നോ? ഹല്ലേലൂയ, എന്താ വായിന്നതെന്ന് പറയണം, ഞാൻ പറഞ്ഞു കൊടുക്കണം. സ്തോത്രം, ഇന്നാടെ വിഷയം അറിഞ്ഞോ? ആ വിഷയത്തിനകത്ത് എന്തോ ഇപ്പം സംഭവിച്ചതെന്ന് ഹല്ലേലൂയ പുള്ളി കേൾക്കാൻ വേണ്ടി ദൂരത്തുനിന്ന് എന്നെ വിളിച്ചേക്കുക. ഞാൻ ഓർത്ത് എൻ്റെ വിശേഷങ്ങൾ അറിയാനോ, സ്തോത്രം, സുഖമാണോ എന്നറിയാനോ വിളിച്ചത്. നാളുകളായി ഹല്ലേലൂയ കോള് കണ്ടില്ല. ആ കോള് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മളോടുള്ള ഇഷ്ടം കൊണ്ട് വിളിച്ച. പക്ഷേ എന്തിനാ വിളിച്ചെന്നറിയാമോ? ഈ കാര്യം കേൾക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് സ്തോത്രം, ഹല്ലേലൂയ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സ്തോത്രം, ഞാൻ അവസാനം ചോദിച്ചു, എൻ്റെ മനുഷ്യ, നിങ്ങൾക്ക് വേറെ ഒരു പണിയുമില്ലേ? സ്തോത്രം, ഹല്ലേലൂയ. എനിക്കാണ് ഇവിടെ നട്ടം തിരിഞ്ഞ് ഓടി നടക്കുന്ന സമയത്ത് അതെന്തുവായി, ഇതെന്തുവായി, സ്തോത്രം, അവിടെ എന്തുവായി എന്ന് ഇതൊക്കെ അന്വേഷിക്കാൻ നമുക്കിവിടെ സമയം. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, നാം ഹല്ലേലൂയ ദൈവത്തിന് ഹിതമില്ലാത്ത കേൾവികൾ നമ്മുടെ കാതുകളിൽ വരുമ്പോൾ നാം അതിനെ സ്റ്റോപ്പ് ചെയ്യണം. ഹല്ലേലൂയ. നമുക്കറിയാം, ഈ ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഒന്നു വേണ്ട, കേൾക്കുന്നതൊക്കെ, സ്തോത്രം, ഫേസ്ബുക്ക് തുറന്നാലും യൂട്യൂബ് തുറന്നാലും എല്ലാം എന്ത് ചെയ്ത, സ്തോത്രം, ഹല്ലേലൂയ, പണ്ഡിതന്മാർ വചനമെടുത്തിട്ട് ഇങ്ങനെ സ്തോത്രം, ഹല്ലേലൂയ, ഓരോരുത്തരും എടുത്തിട്ട് ദൈവത്തിൻ്റെ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെ ന്യായീകരിക്കുന്നു. മറുഭാഗത്ത് അങ്ങനെയല്ല, സ്തോത്രം, ഇങ്ങനെയാണെന്ന് പറയുന്നു. ഹല്ലേലൂയ. ആകെ ഒരു വല്ലാത്തൊരു കാലഘട്ടത്തിലേക്ക് നാം വന്നിരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. പെന്തക്കോസ്ത് എന്ന് പറയുന്നത് ഇപ്പോൾ രണ്ട് തട്ടിലായിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. പിശാചിൻ്റെ വലിയ തന്ത്രമാ നമ്മളെ എന്ത് ചെയ്യുക? അടുപ്പിക്കാതെ അകറ്റി നിർത്തുക എന്നുള്ളത്. സ്തോത്രം, ഹല്ലേലൂയ. രണ്ട് തട്ടിലായി ഇപ്പോൾ ആൾക്കാർ നിൽക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ഒരാൾ പറയുന്നു ഇതാ സത്യമെന്ന്, വേറൊരാൾ പറയുന്നു ഇതല്ല, ഇതാ സത്യമെന്ന്. പക്ഷേ ഞാൻ ഇന്ന് പകൽ ഒരു കാര്യം ദൈവമക്കളെ പറയാം. സ്തോത്രം, ഹല്ലേലൂയ. പല പാപങ്ങളും ദൈവാത്മാവ് നമ്മളോട് ക്ഷമിക്കാൻ ഉണ്ടെന്ന് എൻ്റെ വിശ്വാസം. നമ്മൾ ജീവിതത്തിൽ അറിയാതെ പോയ പാപങ്ങൾ, ഹല്ലേലൂയ, നമ്മുടെ കേൾവികളിൽ, ഹല്ലേലൂയ, നമ്മൾ കണ്ടത്, സ്തോത്രം, ഒരു പക്ഷേ അലറിക്കരഞ്ഞ് ദൈവസന്നിധിയിൽ നിലവിളിച്ചാൽ, നെടുമ്പാട് വീണാൽ, കർത്താവിനോട് ഏറ്റുപറഞ്ഞാൽ, സ്തോത്രം, ഒരു പക്ഷേ ദൈവാത്മാവ് അത് ക്ഷമിക്കും. സ്തോത്രം, എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് ദൈവത്തിൻ്റെ കയ്യിലുള്ള കാര്യമാണെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്ന അങ്ങനെ നെടുമ്പാട് വീണ് നാം ദൈവസന്നിധിയിൽ കരയുമ്പോൾ, ദൈവത്തോട് തൻ്റെ കുറവുകളെ ഏറ്റുപറയുമ്പോൾ ദൈവാത്മാവ് അത് ക്ഷമിക്കും. പക്ഷേ ക്ഷമിക്കാത്ത ഒരേ ഒരു പാപം മാത്രം യേശു കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 27-28 വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 27-28 വാക്യം. മുപ്പത്തി 32 വാക്യങ്ങൾ വായിച്ചാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ക്ഷമിക്കും. ആത്മാവിന്
നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കത്തില്ല. യേശു കർത്താവ് പറയുന്ന ഒരു വാക്ക്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ ഒരു സാഹചര്യത്തിനകത്ത് സംഭവിക്കുന്നത് എന്താണെന്നറിയാൽ. അതിൻ്റെ ഹല്ലേലൂയ 22 തൊട്ടുള്ള വാക്യങ്ങൾ നാം പഠിച്ചാൽ, ഹല്ലേലൂയ, കുരുടനും ഊമനുമായുള്ള ഒരു ഭൂതഗ്രസ്തനെ യേശു കർത്താവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവന്നു. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് എന്ത് ചെയ്തു? ഹല്ലേലൂയ, ഈ ഭൂതം ബാധിച്ച വ്യക്തിയെ സൗഖ്യമാക്കി കഴിഞ്ഞപ്പോൾ അവർക്കൊരു സംശയം കയറി. ഇത് ദൈവാത്മാവിനാലല്ല സംഭവിക്കുന്നത്. ഹല്ലേലൂയ. ഇത് സംഭവിക്കുന്നത് ഹല്ലേലൂയ ആരിൽ കൂടാണ്? ഞാൻ ബേസ്ബൂലിനെ കൊണ്ടാണ് ഈ ഭൂതങ്ങളെ പുറത്താക്കുന്നത് എന്ന് പറയുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഭൂതങ്ങളുടെ തലവൻ. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് ചെയ്ത ഒരത്ഭുത പ്രവൃത്തി. സ്തോത്രം. നമുക്കറിയാം യേശു കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്കകത്തെല്ലാം ദൈവത്തിൻ്റെ വലിയ അത്ഭുത പ്രവൃത്തികൾ വെളിപ്പെട്ടു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു കൂട്ടം ആൾക്കാരെ കൊണ്ടുവരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നാനാ വ്യാധികളാൽ പെടുന്നവർ, കുരുടർ, ഊമർ. സ്തോത്രം. ആ കൂട്ടത്തിൽ ഹല്ലേലൂയ സ്തോത്രം ഭൂതഗ്രസ്തൻ ബാധിച്ചവരും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അപ്പോൾ ഊമൻ സംസാരിക്കുകയും കാണുകയും ചെയ്യുവാൻ തക്കവണ്ണം അവനെ സൗഖ്യമാക്കി. ഒരു ദൈവപ്രവൃത്തി കണ്ടു എന്ന് അവർക്ക് തോന്നിയപ്പോൾ അവർ പറയുകയാണ്, ഹല്ലേലൂയ, കർത്താവ് ചെയ്ത ഒരു ദൈവപ്രവൃത്തി. അവർ പറയുക, ഇത് ദൈവാത്മാവിനാൽ സംഭവിച്ചതല്ല. ഹല്ലേലൂയ. ഇത് സംഭവിക്കുന്നത് ഭൂതങ്ങളുടെ തലവനെ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. സ്തോത്രം. അപ്പോൾ പറഞ്ഞു വന്നപ്പോൾ യേശു കർത്താവ് ആരായിട്ട് അവർ ചിത്രീകരിച്ചേ? ഹല്ലേലൂയ. യേശു കർത്താവിനെ അവർ കണ്ടത് ഭൂതമായിട്ട്. സ്തോത്രം. ഇതിൽ കൂടുതൽ നിന്നെ അനുഭവിക്കാനുണ്ടോ? ഹല്ലേലൂയ. ഈ താണഭൂമിയിലേക്ക് നമ്മുടെ സ്തോത്ര പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി അവസാന തുള്ളി രക്തം വരെയും ഊറ്റിത്തരുവാൻ ഇറങ്ങി വന്ന കർത്താവ് ചെയ്ത തെറ്റെന്താ? ഹല്ലേലൂയ. ഹല്ലേലൂയ. പാപിയായി വന്നവൻ, ഹല്ലേലൂയ, ഊമനായി വന്നവൻ, ഇതുവരെയും സംസാരിക്കാൻ കഴിയാഞ്ഞവൻ, ഇതുവരെയും ലോകത്തിലുള്ളത് കാണാൻ കഴിഞ്ഞവനെ അടുത്തേക്ക് കൊണ്ട് നിർത്തിയപ്പോൾ, അവനിൽ ഒരു ദൈവപ്രവൃത്തി നടന്നപ്പോൾ അവർ പറയുക, ഇത് സംഭവിക്കുന്നത് ഭൂതങ്ങളുടെ തലവനെ കുറിച്ച് എന്ന് വെച്ചാ, ഹല്ലേലൂയ, ഇത് യേശു കർത്താവിൽ കൂടല്ല ഇത് സംഭവിക്കുന്നത്. യേശു കർത്താവിനെ അവരെന്ത് ചെയ്തു? ഒരു ഭൂതങ്ങളുടെ തലവനായി ചിത്രീകരിച്ചു. അപ്പോഴാണ് യേശു കർത്താവ് പറയുന്ന വാക്കാണ് 28 തൊട്ട് ഉള്ള വാക്യങ്ങൾ, 28 മുതലുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. എന്നിട്ട് 31 വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നു, അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, സകല പാപവും ദൂഷണവും മനുഷ്യരോട് ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിന് നേരെയുള്ള ദൂഷണമോ ക്ഷമിക്കത്തില്ല. അടുത്ത വാക്ക് പറയുന്നു, ആരെങ്കിലും മനുഷ്യപുത്രൻ നേരെ ഒരു വാക്ക് പറഞ്ഞാൽ അത് അവനോട് ക്ഷമിക്കും, പക്ഷേ പരിശുദ്ധാത്മാവിന് നേരെ പറഞ്ഞാലോ ഈ ലോകത്തിലും വരുവാനുള്ളതിലും അവനോട് ക്ഷമിക്കത്തില്ല. സ്തോത്രം. ഹല്ലേലൂയ. കർത്താവ് ക്ഷമിക്കത്തില്ലെന്ന് പറഞ്ഞ ഒരേ ഒരു കാര്യം മാത്രമാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ബാക്കിയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഒരു കുറവ് സംഭവിച്ചാൽ, അപ്പാ എന്നിലത് സംഭവിച്ചു, എൻ്റെ ജീവിതത്തിൽ അത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഒരു പക്ഷെ നെടുമ്പാട് വീണാൽ കർത്താവ് ക്ഷമിക്കാൻ സാധ്യതയുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഞാൻ കൂപ്പുകൈയോടെ ദൈവസഭയുടെ മുമ്പേ നോക്കി പറയാം, ദൈവ സാന്നിധ്യത്തിന് വിരോധമായി നാം സംസാരിക്കരുത്. ദൈവപ്രവൃത്തികൾക്ക് വിരോധമായി നാം സംസാരിക്കരുത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരെങ്കിലും കുറ്റം പറഞ്ഞ് കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ പാസ്റ്റർമാരെയും കുറ്റം പറഞ്ഞ്, ദൈവദാസന്മാരെയും കുറ്റം പറഞ്ഞ് അയക്കുന്ന വീഡിയോകൾ ഒന്നുകിൽ ആ കോണ്ടാക്റ്റ് മുഴുവനായി നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക. സ്തോത്രം. ഒന്നുകിൽ ആ വ്യക്തിയോട് പറയണം, എനിക്കിതിനോട് താല്പര്യമില്ല. ഒന്നുകിൽ ആ കോണ്ടാക്റ്റിൽ പറയണം, ഹല്ലേലൂയ സഹോദര, എനിക്കിതിനോട് താല്പര്യമില്ല, മേലാൽ ഇനി ഇതയക്കരുത്. സ്തോത്രം. കാരണം എന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥിച്ച്, ഹല്ലേലൂയ, നാം ഉപവസിച്ചാൽ പ്രാർത്ഥിച്ചാൽ ലഭിക്കുന്ന വിടുതലുകളുണ്ട്. സ്തോത്രം. ശത്രു ഒരുക്കുന്ന കുരുക്കുകളെ
പ്രാർത്ഥിച്ചാൽ, ഉപവസിച്ചാൽ, ദൈവസന്നിധിയിൽ കരഞ്ഞാൽ ദൈവം വിടുവിക്കും. പക്ഷേ ദൈവാത്മാവ് ഒന്ന് ബ്ലോക്ക് ചെയ്താൽ ഉലകത്തിലെ പാസ്റ്റർമാരല്ല, ഏതൊക്കെ വ്യക്തികൾ നോക്കിയാലും അതിനെ മാറ്റാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവമക്കളെ, ഇന്ന് പകൽക്കാലം നാം ഒരു തീരുമാനം ഇന്ന് പകൽ എടുക്കണം. നമ്മുടെ തലമുറകളുടെ മേൽ ശാപമാകുന്ന കാര്യങ്ങൾ നാം ചെയ്യരുത്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു കാര്യം നമുക്കതിനകത്ത് അറിവില്ലെങ്കിൽ, കർത്താവേ എനിക്കിതിനകത്ത് അറിവില്ല, എന്നെ പഠിപ്പിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷേ നാം അതിനെതിരെ സംസാരിച്ചാൽ ദൈവത്തിൻ്റെ കരം നമുക്ക് പ്രതികൂലമായി ചലിക്കും. വളരെ ഇമ്പോർട്ടൻറ്റ്, സോ ഇമ്പോർട്ടൻറ്റ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദൈവമക്കളെ. സ്തോത്രം. ഇത് നിങ്ങൾ ഹല്ലേലൂയ ഉപേക്ഷയായി വിചാരിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ദൈവസഭയിലെ അംഗങ്ങളെല്ലാം സ്തോത്രം ആത്മികത്തിലും ഭൗതികത്തിലും ഉന്നതിയിലേക്ക് എത്തണം. സ്തോത്രം. നിങ്ങൾ ഇപ്പോൾ പോകുന്ന സാഹചര്യത്തിനകത്ത് നിന്നാൽ പോരാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ പോകുന്ന നിലവാരത്തിനകത്ത് നിന്നാൽ പോരാ. നിങ്ങളെ എത്രത്തോളം മാനിക്കുമോ കർത്താവ് ഉയർത്തുന്നോ അത്രത്തോളം കാണുമ്പോൾ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു വാഹനം മാറ്റി പുതിയൊരു വാഹനം ലഭിക്കുമ്പോൾ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. ഒരു ഭവനത്തിൽ നിന്ന് അടുത്തൊരു നല്ല ഭവനത്തിലേക്ക് കയറുമ്പോൾ സന്തോഷിക്കുന്ന ആളാണ് ഞാൻ. സ്തോത്രം. ഹല്ലേലൂയ. ഏറ്റവും നല്ലത് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. സ്തോത്രം. അതേപോലെ തന്നെ ആഗ്രഹിക്കുക. സ്തോത്രം. സാധാരണക്കാരായ ഒരു വ്യക്തി ഈ ഹോളിനകത്തേക്ക് കയറുമ്പോൾ ഹല്ലേലൂയ പണ്ട് കണ്ട സാഹചര്യമല്ലായിരുന്നു അവൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തി അടിച്ചപ്പോൾ അവൻ്റെ ആത്മമണ്ഡലം തിരിയാൻ തുടങ്ങി. അന്ന് വരെ ഉണ്ടായിരുന്ന സ്വഭാവങ്ങൾ മാറാൻ തുടങ്ങി. അന്ന് വരെ ഉണ്ട കയ്യടിയുടെ രീതി മാറാൻ തുടങ്ങി. അന്ന് വരെ ഉണ്ടായിരുന്ന ആരാധനയുടെ രീതി മാറാൻ തുടങ്ങി. അന്ന് വരെ പറയുന്ന അന്യഭാഷയുടെ രീതി പറയാൻ തുടങ്ങി. അങ്ങനെ നാം ആത്മമണ്ഡലത്തിൽ ഉയരുന്നത് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിനകത്തുനിന്ന് പ്രവചിക്കുന്ന ഒരു കൂട്ടം എഴുന്നേൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വെളിപ്പാടുകൾ കാണുന്ന ഒരു തലമുറ എഴുന്നേൽക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനത്തിനകത്ത് ഹല്ലേലൂയ അടിയുറച്ചു നിൽക്കുന്ന, ഉപദേശത്തിനകത്ത് അണുവിട മാറി നിൽക്കാത്ത ഒരു തലമുറയെ ഞാൻ ഇതിനകത്തുനിന്ന് കാണുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. തെറ്റിക്കുന്ന ഉപദേശത്തിനകത്ത് നിന്ന് വ്യത്യസ്തരായി നിൽക്കുന്ന ഒരു കൂട്ടത്തെ ഇന്ന് പകൽ ദൈവാത്മാവ് ഇതിനകത്തൂടെ കാണുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പോൾ നിത്യതയോ വെളിപ്പാടോ ദൈവരാജ്യമോ ഒന്നും ആർക്കും വേണ്ട. സ്തോത്രം. ഹല്ലേലൂയ. പക്ഷെ ഞാൻ ആഗ്രഹിക്കുന്നു ഏതൊരു വിഷയത്തിനകത്തും ആരെന്ത് ചോദിച്ചാലും പ്രാഗൽഭ്യത്തോടെ പറയുവാൻ ഹല്ലേലൂയ അങ്ങനെ കരുത്തുള്ള ഒരു കൂട്ടം ഇതിനകത്തുനിന്ന് ദൈവം ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. കരുത്തുള്ളൊരു കൂട്ടത്തെ, കരുത്തുള്ളൊരു കൂട്ടത്തെ, ഒന്നിനും കണ്ട് പതറാത്ത. ഇന്ന് പകൽ സാക്ഷ്യം പറഞ്ഞപ്പോൾ ആശ സിസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് ആ വാക്ക് കേട്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ഭൗതിക നന്മയ്ക്ക് വേണ്ടിയാ ഈ രാജ്യത്തിനകത്ത് വന്നത്. പക്ഷേ അല്പം കഴിഞ്ഞപ്പോൾ നിലവാരം മാറി. പിന്നെ എൻ്റെ സാമ്പത്തിക നിലവാരത്തിനകത്ത് കുറച്ച് നന്മ ലഭിക്കണമെന്നല്ല, അതിനപ്പുറം എൻ്റെ ദൈവത്തോട് എനിക്കൊന്ന് പറ്റിയിരിക്കണം. അങ്ങനെ ആഗ്രഹിക്കുന്ന എത്ര പേർ ഇന്ന് പകൽ ഇവിടെയുണ്ട്. അവർ ഇന്ന് പകൽ അടങ്ങിയിരിക്കരുത്, അടങ്ങിയിരിക്കരുത്. ആത്മമണ്ഡലത്തിൽ പ്രതികരിച്ചോ. നിങ്ങൾക്ക് വേണ്ടി ഉടയവന്റെ കരം ഇന്ന് പകൽ ഇറങ്ങുന്നു. നിന്നെ ഉയർത്തത്തില്ലെന്ന് വാദിക്കുന്ന മണ്ഡലങ്ങളെ നോക്കി ആത്മാവിൽ ഞാൻ പ്രവചിക്കട്ടെ. അതിനെ കയറി ഓടുവാൻ, അതിന്റെ മുമ്പിൽ കയറി ഓടുവാൻ. ഹല്ലേലൂയ. ആഹാബിന്റെ രഥത്തിന് മുന്നിൽ കയറി ഓടിയതുപോലെ ഓട്ടത്തിൽ എവിടെയൊക്കെയോ പുറകോട്ട് നിൽക്കുന്ന, എവിടെയൊക്കെയോ സ്റ്റക്കായി നിൽക്കുന്ന ഹല്ലേലൂയ ദൈവജനത്തെ നോക്കി ദൈവാത്മാവ് ഈ പകൽ ആഗ്രഹിക്കുന്നു. കുഞ്ഞെ, നിന്റെ കാലിൻ്റെ വേഗത വർദ്ധിക്കട്ടെ, നിന്റെ കാലിൻ്റെ വേഗത വർദ്ധിക്കട്ടെ. ദൈവം അങ്ങനെ നിന്നെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു, അങ്ങനെ നിന്നെ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഹല്ലേലൂയ, ദൈവം ക്ഷമിക്കുന്ന പാപങ്ങൾ ഒക്കെയുണ്ട്.
പക്ഷേ പരിശുദ്ധാത്മാവിന് വിരോധമായി നാം സംസാരിച്ചാൽ, അവൻ്റെ പ്രവർത്തികൾ വിരോധമായി നാം നിന്നാൽ, ദൈവപ്രവർത്തികളെ പൈശാചിൻ്റെ പ്രവർത്തികളാണെന്ന് നാം വിലയിരുത്തിയാൽ, അത് നമ്മുടെ തലമുറകൾക്ക് അതൊരു ദോഷമായി മാറും. ഞാൻ ഒരിക്കൽ ഒരു അനുഭവം സ്തോത്രം കേട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു ദൈവദാസൻ ഒരു വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയി. സ്തോത്രം. വീട്ടിൽ പ്രാർത്ഥിക്കാൻ പോയപ്പോൾ അവിടുത്തെ ആ കുഞ്ഞിനെ വേണ്ടിയാണ് പ്രാർത്ഥിക്കാൻ പോയത്. കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോയപ്പോൾ ആ കുഞ്ഞിൻ്റെ കണ്ണ് രണ്ടും തള്ളി വെളിയിലോട്ട് നിൽക്കുക. സ്തോത്രം. കണ്ണ് തള്ളും. ഒരു നോർമലായിട്ടുള്ളൊരു കുഞ്ഞല്ല. സ്തോത്രം. ദൈവാത്മാവിൽ താൻ പ്രാർത്ഥിച്ചു തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, നീ ഇവിടുന്ന് പ്രാർത്ഥിച്ചിട്ട് ഇനി കാര്യമില്ല, ഇത് ഞാൻ ഇനി സൗഖ്യമാക്കത്തില്ല. സ്തോത്രം. പിന്നീട് ഒരു കാഴ്ച കൂടി ദൈവാത്മാവ് കാണിച്ചു. ഒരു വ്യക്തിയെ സ്തോത്രം കഴുത്തിന് ഇങ്ങനെ പിടിച്ച് ഞെക്കുന്നു. ആ അദ്ദേഹത്തിൻ്റെ ആ ദൈവദാസൻ്റെ കണ്ണ് ഉന്തി പുറത്തേക്ക് വരുന്നു. സ്തോത്രം. ഈ കാഴ്ച കാണിച്ചു. അദ്ദേഹത്തോട് ചോദിച്ചു, ദൈവദാസനെ അല്ലെങ്കിൽ ആ വ്യക്തിയെ കണ്ടിട്ട് ചോദിച്ചു, ഈ ഒരു കാഴ്ച ദൈവാത്മാവ് കാണിക്കുന്നല്ലോ, എന്താ ഇതിനകത്ത് ഇതിൻ്റെ പുറകിൽ മറഞ്ഞിരിക്കുന്ന കാര്യം? ഹല്ലേലൂയ. സ്തോത്രം. പൊട്ടിക്കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹല്ലേലൂയ വിശ്വാസത്തിലേക്ക് വരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ വന്നിട്ടായിരിക്കാം, എനിക്ക് അറിയണോ. സ്തോത്രം. ഒരു ദൈവദാസനെ സ്തോത്രം ഹല്ലേലൂയ അദ്ദേഹം ദൈവം ഹല്ലേലൂയ സുവിശേഷം പറഞ്ഞതിൻ്റെ കാരണമായി അദ്ദേഹം സ്തോത്രം ആ ദൈവദാസൻ്റെ കഴുത്തിങ്ങനെ ഭിത്തിക്ക് ചേർത്ത് പിടിച്ച് കഴുത്തിന് ഇങ്ങനെ ഞെക്കി പിടിച്ചു. ഞെക്കി അമർത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കണ്ണ് പുറത്തേക്ക് തള്ളി വന്നു. സ്തോത്രം. ഹല്ലേലൂയ. ദൈവാത്മാവ് അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കാമെന്ന ദൈവദാസനോട് പറഞ്ഞു, നീ പ്രാർത്ഥിച്ചിട്ട് ഇനി കാര്യമില്ല, 5 തലമുറകൾക്കേക്ക് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചേക്കുക. സ്തോത്രം. ഹല്ലേലൂയ. കാരണം എന്താ? സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസനെ ഹല്ലേലൂയ നോവിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവദാസന് വിരോധമായി എഴുന്നേറ്റു. ഹല്ലേലൂയ. അതുകൊണ്ട് ഹല്ലേലൂയ ഇനിയിപ്പോൾ ഏത് ദൈവദാസൻ വന്നോ വന്നോ പ്രാർത്ഥിച്ചിട്ടോ ഉപവസിച്ചിട്ടോ ഹല്ലേലൂയ കരഞ്ഞിട്ടോ കാര്യമില്ല, ഇത് ദൈവം സെറ്റ് ചെയ്തേക്കുന്നതാ. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ കർത്താവ് സെറ്റ് ചെയ്തതിനെ മാറ്റാൻ ഭൂമിയിൽ ഒരാൾക്കും കഴിയത്തില്ല. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ, ഞാൻ വളരെ സ്തോത്രം ഹല്ലേലൂയ ഹല്ലേലൂയ ഭയത്തോടെ, എനിക്ക് ആരെങ്കിലും ഭയമുണ്ടെങ്കിൽ അത് കർത്താവിനെ മാത്രമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ വളരെ ഭയപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. അവൻ്റെ സന്നിധിയിലേക്ക് ഞാൻ വരുമ്പോൾ ഹല്ലേലൂയ ഭയപ്പെടുന്നു. സ്തോത്രം. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ നമ്മുടെ വാക്കുകൾ ഉപ്പിനാൽ രുചി വരുന്നതാകണം. ഹല്ലേലൂയ. അപ്പോൾ എന്ത് ചെയ്യണം? നാം ഹല്ലേലൂയ വരുവാനുള്ള ലോകത്തിലോ ഹല്ലേലൂയ ഈഹലോകത്തിലോ ദൈവം ക്ഷമിക്കാത്ത ഒരേ ഒരു പാപമുണ്ടെങ്കിൽ അത് ദൈവനാമത്തിന് വിരോധമായി നിൽക്കുന്ന പ്രവർത്തികളാണ്. സ്തോത്രം. അപ്പോൾ എന്ത് ചെയ്യണം? നാം നമ്മുടെ കാതുകളെ ഈ ദിവസങ്ങളിൽ സ്തോത്രം ഹല്ലേലൂയ കാതുകളുടെ മേൽ ഒരു അഭിഷേകം കൈമാറാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളുടെ മേൽ ഒരു ദൈവശക്തി ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ അടിക്കാൻ വേണ്ടി നാം പ്രാർത്ഥിക്കണം. സ്തോത്രം. അടുത്തതാണ് നാവെന്നുള്ളത്. ഹല്ലേലൂയ. ഈ നാവ്, വചനം പറയുന്നത് നാവ് ഒരു ചെറിയൊരു അവയവമെങ്കിലും വലിയ കാട് കത്തിക്കും. സ്തോത്രം. വലിയ കാട് കത്തിക്കും. ചെറിയൊരു അവയവമാണ്, പക്ഷേ വലിയൊരു കാട്ടുതീ പോലെ പടർത്താൻ കഴിയുന്ന കാര്യങ്ങളാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ചിലർക്കൊക്കെ വാക്കിൽ കൂടെ സംസാരിക്കാൻ സ്തോത്രം ഹല്ലേലൂയ ഭയങ്കരമായ ഒരു കഴിവാണ്. ഇല്ലാത്തതിനെ കൂടെ ഉള്ളതെന്ന് പറഞ്ഞ് ഫലിപ്പിക്കുവാൻ സ്തോത്രം ഹല്ലേലൂയ അവർ ഹല്ലേലൂയ പ്രത്യേകമായിട്ടൊരു കഴിവും കൃപയുമാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ നാവിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്തോത്രം ചെറിയൊരു അവയവങ്ങൾ വലിയ കാടെന്ത് ചെയ്യും? കത്തിയും. സ്തോത്രം. ഹല്ലേലൂയ. ചിലർ ഈ പറഞ്ഞ പോലെ എപ്പോൾ ചോദിച്ചാലും സ്തോത്രം നമുക്കൊരു കള്ളം പറയാതെ ഇരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം. എപ്പോഴാണെങ്കിലും ഒരു ദിവസമാണെങ്കിൽ ഒരു മണിക്കൂറിൽ എന്ത് ചെയ്യും? കുറേ കള്ളം അങ്ങ് നാം പറയും. സ്തോത്രം. അതെന്ത് ചെയ്യും? ജീവിതത്തിൽ ഒരു ആറ്റിറ്റ്യൂഡായിപ്പോയി. സ്തോത്രം. അതൊരു അവരുടെ ജീവിത ഹല്ലേലൂയ ഒരു സ്വഭാവമായിപ്പോയി. ഹല്ലേലൂയ. നമ്മൾ വിളിച്ചു ചോദിക്കും ഹല്ലേലൂയ സഹോദരാ നീ എവിടാന്ന് ചോദിക്കുമ്പോൾ ഹല്ലേലൂയ അച്ഛാ ഞാൻ ലുലുലാന്ന് പറയും. പക്ഷേ ടർക്കിഷിൽ നിന്ന് ചിക്കൻ കാല് കടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. ചിക്കൻ കാല് കടിച്ചുകൊണ്ടിരിക്കുന്ന ആളെ വിളിക്കുമ്പോഴാണ് ചോദിക്കുന്നത് എവിടാന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ ലുലുലാന്ന്.
സ്തോത്രം, ഹല്ലേലൂയ. പുള്ളി ആ പരിസരത്ത് പോലും ഇല്ല. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ വാ തുറന്ന എപ്പോഴും ഒരു സ്തോത്രം, ഹല്ലേലൂയ, ഒരു കളവ് പറയാൻ പിശാച് നമ്മുടെ നാവിനെ സ്തോത്രം, ഹല്ലേലൂയ, ഉപയോഗിക്കും. സ്തോത്രം, ഹല്ലേലൂയ. ഹല്ലേലൂയ, ചിലരെ അങ്ങ് എന്ത് ചെയ്യും? അങ്ങ് പുകഴ്ത്തും. ഹല്ലേലൂയ. വേണ്ടുന്നതിനും വേണ്ടാത്തതിനും ഒക്കെ അങ്ങ് എടുത്ത് പുകഴ്ത്തും. സ്തോത്രം, ഹല്ലേലൂയ. ദൈവമക്കളെ, എനിക്ക് പേടിയുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ, നമ്മളെ പുകഴ്ത്തുന്നത്. ഹല്ലേലൂയ. വേണ്ടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സ്തോത്രം, ഹല്ലേലൂയ, പറഞ്ഞിട്ട് പറയും ഞങ്ങളുടെ പാസ്റ്ററെ പോലൊരു പാസ്റ്റർ, ഹല്ലേലൂയ, ഞങ്ങളുടെ പാസ്റ്ററെ പോലെ നിഷ്കളങ്കനും, ഹല്ലേലൂയ എന്ന് വേണ്ടാത്ത വാക്കുകളൊക്കെ ചേർത്തിട്ട് നമ്മളെന്ത് ചെയ്യും? അങ്ങ് പതപ്പിച്ച് കളയങ്ങ്. സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് പേടിയുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മളെ വല്ലാണ്ടങ്ങ് ഹല്ലേലൂയ ഉയർത്തുന്നത്, നമ്മളെ വല്ലാണ്ട് എന്ത് ചെയ്യും? അങ്ങ് പുകഴ്ത്തി പറയും. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ശ്രദ്ധിച്ചോണം. ഹല്ലേലൂയ. നമുക്കെന്തിനാ ഒരു സ്തോത്രം? ദൈവത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവം പറയുന്നത് മാത്രം എന്ത് ചെയ്താൽ പറയും? നാം പറഞ്ഞാൽ മതി. സ്തോത്രം, ഹല്ലേലൂയ. ഒരു വ്യക്തികളെ നമ്മുടെ നാവ് ഒരിക്കലും ദൈവത്തിന് വിരോധമായി സംസാരിക്കുവാൻ നമ്മുടെ നാവുകൾ ഉയരരുത്. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം നാം തീരുമാനമെടുക്കുമോ? നമ്മുടെ നാവിനകത്ത് സ്തോത്രം, ഹല്ലേലൂയ, മറ്റുള്ളവരെ പണിയുവാൻ, മറ്റുള്ളവരെ ഒന്ന് ചേർത്ത് പിടിക്കുവാൻ. ഹല്ലേലൂയ. മുറിഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, തകർന്നിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, ക്ഷീണിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ, അല്ലെങ്കിൽ രോഗക്കിടക്കയിലായിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് ആശ്വസിപ്പിക്കാൻ പറ്റും, മുറിക്കാനും പറ്റും, മുറിവ് കെട്ടാനും പറ്റും. ഹല്ലേലൂയ. എന്ത് പറ്റും? നമുക്ക് മുറിക്കാനും പറ്റും, മുറിവ് കെട്ടാനും പറ്റും. സ്തോത്രം, ഹല്ലേലൂയ. നല്ലവണ്ണം ഒരു രോഗാവസ്ഥയിൽ ആയിരിക്കുന്ന ഒരു വ്യക്തി ഒരു ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പോൾ, സ്തോത്രം, അദ്ദേഹത്തിന് അറിയത്തില്ല തൻ്റെ ശരീരത്തിൽ എന്തൊക്കെ രോഗമുണ്ടെന്നോ, അല്ലെ ഇത്ര വലിയ വൈറസ് ഉണ്ടോ, ഒന്നും അറിയത്തില്ല. സ്തോത്രം, ഹല്ലേലൂയ. ആ ഡോക്ടറെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആ ഡോക്ടറിൻ്റെ കയ്യിലാണ് ബാക്കിയല്ലേ ഇരിക്കുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. ആ ഡോക്ടർ പറയുന്ന വാക്കുകൾക്കകത്ത് ഹല്ലേലൂയ ജീവൻ വേണേ വീഴാം, അല്ലെങ്കിൽ പകുതി ജീവൻ പോകാം. സ്തോത്രം. ചില ഡോക്ടർമാരങ്ങനെ എത്ര വലിയ പ്രശ്നങ്ങളുമായിട്ട് വന്നാലും അവരെ പതുക്കെ ഇരുത്തി സമാധാനത്തോടെ അവരെന്ത് ചെയ്യും? കാര്യങ്ങളെ ബോധ്യപ്പെടുത്തും. സ്തോത്രം, ഹല്ലേലൂയ. ഈ രോഗം വന്ന് സ്തോത്രം രക്ഷപ്പെടാനുള്ള സാധ്യതകൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. സ്തോത്രം, ഹല്ലേലൂയ. അല്ലെങ്കിൽ രക്ഷപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു കൊടുക്കും. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലരാണെങ്കിൽ വയ്യാതെ കിടക്കുന്ന ചിലരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഓടിച്ചെന്ന് പറയുന്നത്, ഹല്ലേലൂയ, ഈ രോഗം വന്നിട്ട് മരിച്ചു പോയ വ്യക്തികളെ കുറിച്ച് നാം എണ്ണി പറയും. സ്തോത്രം. ഇന്ന ദിവസങ്ങൾ പനി വന്നിട്ട്, ഹല്ലേലൂയ, ഇന്നലെ ഒരു അമ്മച്ചി മരിച്ചു പോയതേ ഉള്ളൂ. ഹല്ലേലൂയ. കൃപ കൊണ്ട് അമ്മച്ചി ഇപ്പോഴും ജീവിക്കുന്നത്. സ്തോത്രം. അമ്മച്ചിയുടെ പകുതി ജീവൻ പോകും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് ഒരു വ്യക്തിയെ പണിയാനും, ഒരു വ്യക്തിയെ മുറിക്കാനും, ഒരു വ്യക്തിയെ മുറിവ് കെട്ടാനും നമുക്ക് കഴിയും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ അവയവങ്ങളെ ദൈവരാജ്യം മഹത്വത്തിന് വേണ്ടി നാം ആക്കണം. സ്തോത്രം, ഹല്ലേലൂയ. ഇതുപോലെ എത്ര പേർ ആഗ്രഹിക്കുന്നു മക്കളെ? അങ്ങനെ ഒരു നിലവാരത്തിലേക്ക് ദൈവാത്മാവേ എന്നെ കൊണ്ടുപോകണമേ എന്ന് ഇന്ന് പകൽക്കാലം ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? സ്തോത്രം, ഹല്ലേലൂയ. നമുക്ക് അടുത്തൊരു മേഖലകളിലേക്ക് കിടക്കാം. സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തോത്രം. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ ഒരാൾ ശബ്ദമുയർത്തി വായിച്ചാട്ടെ. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 8 മുതൽ അതിൻ്റെ 16 വരെയുള്ള വാക്യങ്ങൾ. ആമേൻ. സ്തോത്രം. നോക്കിയ പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം അതിൻ്റെ 8 തൊട്ട് 16 വരെയുള്ള വാക്യങ്ങളാണ് വായിച്ചത്. സ്തോത്രം. അതിനകത്ത്
രഫീദീമിൽ വച്ച് അമാലേക്ക് വന്ന് ഇസ്രായേലിനോട് എന്തുണ്ടായി? യുദ്ധമുണ്ടായി. സ്തോത്രം. നമുക്കറിയാം ഈ അമാലേക്യ എന്ന് പറയുന്ന ശക്തി, സ്തോത്രം, കാണുവാൻ കഴിയുന്നത് അവർ ഏശാവിൻ്റെ കൊച്ചുമകനായിട്ട് വന്നതാ. സ്തോത്രം. ഏശാവിൻ്റെ കൊച്ചുമകൻ്റെ സന്തതിയാണ് ഈ അമാലേക്കരെന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആ സന്തതി പരമ്പര ആണ്. സ്തോത്രം. ഹല്ലേലൂയ. അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, അമാലേക്യ എന്ന ഹല്ലേലൂയ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മന്ത്രവാദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന, സ്തോത്രം, ഇടമാണ് ഈ അമാലേക്ക് എന്ന് പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഈ മിസ്രൈമിൽ നിന്ന് ദൈവം, ഹല്ലേലൂയ, തൻ്റെ അടിമ വീടായ, സ്തോത്രം, ഹല്ലേലൂയ, മിസ്രൈമിൽ നിന്ന് ഇസ്രായേൽ മക്കളെ വിടുവിച്ച് ചെങ്കടൽ കടന്ന് അക്കരെ കയറ്റി. ഹല്ലേലൂയ. അവർ ആഹാരം വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ആഹാരം കൊടുത്തു, മന്ന കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. ഇറച്ചി വേണമെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് കാടപ്പക്ഷി കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. വെള്ളം വേണമെന്ന് പറഞ്ഞപ്പോൾ പാറയെ പിളർന്ന് അവർക്ക് വെള്ളം കൊടുത്തു. സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ നിന്ന്, സ്തോത്രം, വലിയ ദൈവപ്രവർത്തികൾ കണ്ട് വന്ന ആൾ. സ്തോത്രം. ഹല്ലേലൂയ. രഫീദീമിൽ വെച്ച്, ഹല്ലേലൂയ, ശത്രു സൈന്യം ഇവരോട് പോരാടാനായി വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. രഫീദീമിൽ വെച്ച്. അപ്പോൾ ഹല്ലേലൂയ, മോശ യോശുവയോട് പറയുകയാണ്, സ്തോത്രം, നിങ്ങളും, ഹല്ലേലൂയ, സ്തോത്രം, മോശയോട് പറയാം, നിങ്ങൾ അമാലേക്കരുമായിട്ട് യുദ്ധത്തിന് പോകുക. സ്തോത്രം. മോശയും അഹരോനും ഊരും പർവ്വതത്തിൻ്റെ മുകളിലേക്ക്, കുന്നിൻ്റെ മുകളിലേക്ക് പ്രാർത്ഥിക്കുവാനായി കയറിപ്പോയ സന്ദർഭം നമുക്ക് കാണാൻ. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ എന്താ? സ്തോത്രം. ഹല്ലേലൂയ. യോശുവയുടെ നേതൃത്വത്തിൽ അമാലേക്കരുമായിട്ട് യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, മോശയും അഹരോനും ഊരും എന്ത് ചെയ്യുക? സ്തോത്രം, കുന്നിൻ്റെ മുകളിൽ കയറി പ്രാർത്ഥിക്കുവാനായി കയറുന്നു. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, സ്തോത്രം, ഒരിടത്ത് യുദ്ധം നടക്കുമ്പോൾ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ശാരീരിക മേഖലകളിൽ അല്ലെങ്കിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഭൗതിക മേഖലകളിൽ യുദ്ധം നടക്കുമ്പോൾ, ഹല്ലേലൂയ, മോശ വിളിച്ചുകൊണ്ട് ഇവരെ കുന്നിൻ്റെ മുകളിലേക്ക് കയറ്റി പ്രാർത്ഥിക്കുക. സ്തോത്രം. മോശയുടെ കരം ഉയർന്നു നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, ഇസ്രായേൽ ജയിക്കും, ദൈവജനം ജയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. കരം താഴുമ്പോൾ അമാലേക്കർ ജയിക്കും. സ്തോത്രം. അങ്ങനെയെങ്കിൽ നാം ഈ പലപ്പോഴും കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കണം, സ്തോത്രം പറയണം, ഹല്ലേലൂയ പറയണം എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. സ്തോത്രം. ഈ കരം ഉയർത്തുന്നതിനകത്തൊരു പ്രത്യേകതയുണ്ട്. സ്തോത്രം. ഈ കരം ഉയർത്തുമ്പോൾ അത് ജയത്തെ കാണിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈ ദേവദാസന്മാരൊക്കെ വന്ന് കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കട്ടെ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മാനുഷിക ചിന്തയിൽ, ആഹാ, എന്നെ കൈ ഉയർത്തിക്കാറായോ, ഒന്ന് കൈ ഉയർത്തുന്ന കാണണമല്ലോ. സ്തോത്രം എന്ന് പറഞ്ഞ് നാം എന്ത് ചെയ്യും? കൈ ഒന്നുകൂടെ വരിഞ്ഞു മുറുക്കും. സ്തോത്രം. ഹല്ലേലൂയ. കരം ഉയർത്തി കർത്താവിനെ സ്തുതിക്കുന്നതിൻ്റെ പിന്നിൽ, സ്തോത്രം, ഹല്ലേലൂയ, നാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ജയവീരനായ ഒരു ദൈവം നമുക്ക് ഉണ്ടെന്നുള്ളതിൻ്റെ തെളിവാണ് നാം കരമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്തുന്നത്. അപ്പോൾ മോശയും അഹരോനും ഊരും, സ്തോത്രം, കുന്നിൻ്റെ മുകളിൽ കയറി, പർവ്വതത്തിൻ്റെ മുകളിൽ കയറി കരമുയർത്തി നിൽക്കുമ്പോൾ അവിടെ ആര് ജയിക്കും? ദൈവത്തിൻ്റെ ജനം ജയിക്കും, ഇസ്രായേൽ മക്കൾ ജയിക്കും. ആ കൈക്ക് ഒരു ഭാരം സംഭവിക്കുമ്പോൾ, ഹല്ലേലൂയ, താണ വീഴുമ്പോൾ, കരം താത്തിടുമ്പോൾ അവിടെ സംഭവിക്കുന്നത് ശത്രു സൈന്യം ജയിക്കും, അമാലേക്കർ ജയിക്കും. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോഴാണ്, സ്തോത്രം, ഹല്ലേലൂയ, ഇടതും വലതുമായിട്ട് രണ്ടു പേർ ഇടം വലം നിൽക്കുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിനകത്ത്, ഹല്ലേലൂയ, എന്നും ഒരേ സാഹചര്യത്തിൽ കൂടെ പോകണമെന്നില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനാ ജീവിതമായാലും, സ്തോത്രം, നമ്മുടെ ആത്മീക നിലവാരമായാലും, സ്തോത്രം, നമ്മുടെ ഭൗതിക നിലവാരത്തിലേക്ക് ഏറ്റക്കുറച്ചിലുകൾ ഒരു വ്യക്തിയെ സംബന്ധിച്ചിട്ടുണ്ട്. സ്തോത്രം. എപ്പോഴും നോക്കിക്കണം, ഹല്ലേലൂയ, ഏതൊരു മേഖലകളിൽ തന്നെ നാം സ്റ്റക്കായിരിക്കുവാണെങ്കിൽ, സ്തോത്രം, അത് ദൈവാത്മാവിനാൽ സംഭവിക്കുന്നതല്ല. ഹല്ലേലൂയ. ദൈവം തരുന്നതിനകത്ത് എപ്പോഴും, ഹല്ലേലൂയ, ഒരു ഉയർച്ച കൊണ്ടുവരുമ്പോൾ, ഹല്ലേലൂയ, അതിനകത്ത് നാം നിഗളിക്കാതിരിക്കേണ്ടതിനും, ഹല്ലേലൂയ, ദൈവനാമം ഉയരേണ്ടതിനുമായി ചില മേഖലയിൽ ദൈവാത്മാവ് നമ്മളെ താഴ്ത്തും. സ്തോത്രം. നമ്മളെ കൊണ്ടുവരും. ഹല്ലേലൂയ. പക്ഷേ, ഹല്ലേലൂയ, എപ്പോഴും ജീവിതത്തിൽ നിന്നയും അപമാനവും, ഹല്ലേലൂയ, പ്രതിസന്ധികളും മാത്രമാണെങ്കിൽ ഓർത്തോണം. സ്തോത്രം. അത് ദൈവാത്മാവിനാൽ സംഭവിക്കുന്നതല്ല. ഹല്ലേലൂയ. ഏതൊക്കെയോ മേഖലയിൽ പിശാചി നിന്നെ കുരുക്കിയിട്ടേക്കുക, അതിനെ പൊട്ടിച്ചു കയറണം. ഹല്ലേലൂയ. അപ്പോൾ അഹരോനും ഊരും, സ്തോത്രം, അഹരോൻ ആരായിരുന്നു? സ്തോത്രം. ഹല്ലേലൂയ.
മോശയുടെ സഹോദരൻ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ഇസ്രായേലിന്റെ മഹാപുരോഹിതനായിരുന്നു അഹരോൻ. സ്തോത്രം. പക്ഷേ ഊരിനെ കുറിച്ച് കാണാം. ഞാൻ പറഞ്ഞു വന്നതിന്റെ പ്രത്യേകത, സ്തോത്രം, ഈ താങ്ങുന്നതും ഒരു ശുശ്രൂഷയാണ്. ഹല്ലേലൂയ. എല്ലാവർക്കും ഒന്നും അങ്ങനെ എല്ലാവരെയും ഹല്ലേലൂയ, സ്തോത്രം, സാഹചര്യത്തിൻ്റെ നടുവിൽ സഹായിക്കാനൊന്നും പറ്റത്തില്ല. അത് പ്രത്യേകമായിട്ട് കൃപയുള്ളവർക്കേ അത് പറ്റത്തുള്ളൂ. സ്തോത്രം. ദൈവമക്കളെ, നമുക്കൊരു സാഹചര്യം ലഭിച്ചാൽ ഹല്ലേലൂയ, ഒരാളെ കരുതാനോ ഒരാളെ സ്നേഹിക്കാനോ ഒരാളെ ചേർത്ത് പിടിക്കാനോ ഒക്കെ ഒരു സാഹചര്യം കിട്ടിക്കഴിഞ്ഞാൽ സ്തോത്രം, അവരെ നാം ചേർത്ത് പിടിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രതിസന്ധിയുടെ മുഖത്തിൽ ഹല്ലേലൂയ ചെന്ന് സുവിശേഷം പറയുന്നതിനേക്കാൾ ഹല്ലേലൂയ ചേർത്ത് നമ്മളെ കെട്ടിപ്പിടിക്കുമ്പോണ്ടല്ലോ, സ്തോത്രം, ഹല്ലേലൂയ, നാം കുറേ വാക്കുകൾ പറയുന്നതിനേക്കാൾ ആ ഒരു സ്നേഹത്തിനകത്ത് നാം ഒരു അദൃശ്യമായിട്ടൊരു സ്നേഹം എന്താ അവിടെ ചലിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ നാം ചിന്തിച്ചോണം, നമ്മളിൽ കൂടെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ സ്നേഹം നാം വെളിപ്പെടുത്തണം. സ്തോത്രം. ഹല്ലേലൂയ. കരുതേണ്ടുന്ന സമയത്ത്, ചിലരെ താങ്ങേണ്ടുന്ന സമയത്ത്, ചിലർ ബലഹീനമായിരിക്കുന്ന അവസ്ഥയ്ക്ക് ഹല്ലേലൂയ, ചിലരെ ഹല്ലേലൂയ പിന്മാറ്റത്തിലേക്ക് പോകുന്നു എന്ന് കാണുമ്പോൾ തന്നെ ഹല്ലേലൂയ നോക്കി ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് നാം പ്രാർത്ഥിച്ചോണം. സ്തോത്രം. ഹല്ലേലൂയ. ഇവര് ദൈവ വഴി വിട്ട് പോകുന്നുവെന്ന് നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ ഇവരെ മാത്രം ടാർഗറ്റ് ചെയ്ത് അവരെ ഫോളോ അപ്പ് ചെയ്യണം. സ്തോത്രം. ഹല്ലേലൂയ. എന്തുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്നത് ഒരാൾ പോലും പിന്മാറിപ്പോകരുത്. സ്തോത്രം. നമ്മുടെ സഭ, നമ്മുടെ കൈകളിലേക്ക് തന്ന ഒരു വ്യക്തിയെ, സ്തോത്രം, ഒരാടിനെ, സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ, അവരെ ഒരു പിന്മാറ്റത്തിൻ്റെ അവസ്ഥയിലേക്ക് പോയാൽ, അവർ പിന്മാറിപ്പോയാൽ, അവർ ദൈവ വഴിയിൽ നിന്നും വിട്ടുപോയി കഴിഞ്ഞാൽ കണക്ക് പറയേണ്ടത് നാം ഓരോരുത്തരുമായിരിക്കും. ഹല്ലേലൂയ. നമ്മളെ ഏൽപ്പിച്ച ഒരു വ്യക്തി പിന്മാറ്റത്തിലേക്ക് പോയാൽ അത്ര നാളും ആത്മനിലവാരത്തിൽ, സ്തോത്രം, ഹല്ലേലൂയ, ഉന്നതിയിലായിരിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ. പിന്നീട് നോക്കുമ്പോൾ കൈ വടിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നുമില്ല, അന്യഭാഷയും പറയുന്നില്ല, സ്തോത്രം, പ്രാർത്ഥിക്കുന്നുമില്ല, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വന്നിരിക്കുമ്പോൾ ഓർത്തോണം, അവരുടെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു. സ്തോത്രം. ഹല്ലേലൂയ. അന്ന് വരെ ഇല്ലാത്ത എന്തോ മുറിവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി. അവരെ ഒന്ന് ചേർത്ത് പിടിക്കാൻ തയ്യാറാകണം. അവരെ ഒന്ന് ആത്മീകമായി സപ്പോർട്ട് ചെയ്യേണ്ട സമയത്ത് നാം പ്രാർത്ഥനയുടെ ഹല്ലേലൂയ ഒരു മതിൽ അവിടെ ഉണ്ടാക്കണം. സ്തോത്രം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ മതിൽ നാം അവിടെ ഉയർത്തണം. സ്തോത്രം. ഹല്ലേലൂയ. ഭൗതിക മേഖലകളിൽ നമുക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ, നമുക്ക് ഹല്ലേലൂയ ഒരാളെ കരുതുവാൻ കഴിയുമെങ്കിൽ നമുക്ക് അങ്ങനെയും കരുതണം. അങ്ങനെ കരുതുമ്പോഴാണ് ഞാൻ പറഞ്ഞു വന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഈ മോശയുടെ കരം ബലഹീനമായപ്പോൾ അഹരോനും ഊരും ഇടം ഫലം നിന്ന് താങ്ങുവാനായി തുടങ്ങി. ഈ ഊരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, സ്തോത്രം, ഹല്ലേലൂയ, ഊരിൻ്റെ പ്രത്യേകത കാണുന്നത്, ഹല്ലേലൂയ, സ്തോത്രം, ഊര് ആരായിരുന്നു? സ്തോത്രം. ഊരിൻ്റെ കൊച്ചുമകനായിരുന്നു ബെസലേൽ. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. സമാഗമന കൂടാരം പണിയാൻ മരുഭൂമിയിൽ ഇസ്രായേൽ മക്കൾക്ക് ഹല്ലേലൂയ അഹോലിയാവിനെയും ബെസലേലിനെയുമാണ് ദൈവം ഉപയോഗിച്ചത്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ ആലയം പണിയുവാൻ ദൈവം ഉപയോഗിച്ച വ്യക്തി ആരായിരുന്നു? സ്തോത്രം. ഹല്ലേലൂയ. ഹൂരിൻ്റെ കൊച്ചുമകനായ ബെസലേലിനെയായിരുന്നു. അപ്പോൾ നോക്കിയേ, ഹല്ലേലൂയ, നാം ഒരു വ്യക്തിയെ കരുതുമ്പോൾ, സ്നേഹിക്കുമ്പോൾ, ചേർത്ത് പിടിക്കുമ്പോൾ, അവരെ താങ്ങുമ്പോൾ, ഹല്ലേലൂയ, നമ്മളും മാത്രമല്ല അനുഗ്രഹിക്കപ്പെടുന്നത്, ആ അനുഗ്രഹം തലമുറ തലമുറയായി നിലനിൽക്കും. ഹല്ലേലൂയ. തലമുറ തലമുറയായി നിലനിൽക്കും. ഹല്ലേലൂയ. തലമുറയിൽ കൊണ്ട് തീരുന്നതല്ല, അത് തലമുറയിൽ നിന്ന് തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടും. ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ സ്തോത്രം. ഹല്ലേലൂയ. ചിലരെ താങ്ങേണ്ടുന്ന സമയത്ത് ബലഹീനതയിൽ അവരെ താങ്ങുവാൻ നാം തയ്യാറാകുമ്പോൾ ആ നന്മ നമ്മളിൽ നിന്ന്, ഹല്ലേലൂയ, നമ്മളിൽ അത് ഒതുങ്ങിപ്പോകത്തില്ല. അത് തലമുറകളിൽ നിന്നും തലമുറകളിലേക്ക് അത് കൈമാറ്റം ചെയ്യപ്പെടും. ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, നമുക്ക് പലപ്പോഴും മാനുഷികമായിട്ട് ഒരു ചിന്ത വരാം. ഈ യുദ്ധം നടക്കുമ്പോൾ ഈ മോശ ആഹ്റോനും ഊരും പോയിട്ട് അവിടെ പോയി യുദ്ധം ചെയ്താൽ പോരെ? അല്ലെ അവർക്ക് അതിനുള്ള തന്ത്രം പറഞ്ഞു കൊടുത്താൽ പോരെ? ഈ സ്തോത്രം, ഈ ചവിട്ടി മലയും കുന്നും കയറി 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 അവിടെ പോയിട്ട് അവിടെ ഈ കര ഉയർത്തി നിൽക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? സ്തോത്രം. ഈ മക്കളെ, പ്രാർത്ഥിക്കുന്നവരോടാണ് ദൈവം വീണ്ടും പ്രാർത്ഥിക്കാൻ പറയുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നിങ്ങൾ ദൈവശബ്ദങ്ങളൊക്കെ കേൾക്കുന്ന വ്യക്തികളാണെങ്കിൽ
ദൈവാത്മാവ് ഇടപെടുന്നെന്ന് പറയുന്നത് സ്തോത്രം, പ്രാർത്ഥിക്കുന്നവരോട് ദൈവാത്മാവ് പറയും നിങ്ങളുടെ പ്രാർത്ഥന കുറഞ്ഞു പോയി, വീണ്ടും പ്രാർത്ഥിക്കണമെന്ന് പറയും. ഉപവസിക്കുന്ന വ്യക്തികളോട് ദൈവാത്മാവ് പറയും നിങ്ങൾ ഇതുവരെ ഉപവസിച്ചത് പോരാ, ഇനി ഉപവസിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കാത്തവരോടും ഉപവസിക്കാത്തവരോടും ദൈവമായിട്ട് ബന്ധമില്ലാത്തവരോടൊന്നും ദൈവാത്മാവ് ആ ഒരു ദൂത് പറയത്തില്ല. കാരണം കർത്താവിന് അറിഞ്ഞാൽ ഇവരോട് പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല. സ്തോത്രം, ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവാത്മാവ് ഒരു വ്യക്തിയെ സ്തോത്രം, ഹല്ലേലൂയ, പുറത്തെടുക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ അവരോട് ദൈവാത്മാവ് വീണ്ടും അവരെ പ്രബോധിപ്പിക്കും. നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തിട്ടുണ്ട്, വീണ്ടും പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. പ്രാർത്ഥനയുടെ ദൈർഘ്യം വർദ്ധിക്കണം, ഉപവാസത്തിൻ്റെ ദൈർഘ്യം വർദ്ധിക്കണമെന്ന് ദൈവാത്മാവ് വീണ്ടും വീണ്ടും എന്ത് ചെയ്യും? അവരോട് ഇടപെട്ടുകൊണ്ടേയിരിക്കും. സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ നോക്കിക്കേ, ഈ കുന്നിൻ്റെ മുകളിലേക്ക് കയറിയ മോശയും അഹരോനും ഊരും, സ്തോത്രം, ഹല്ലേലൂയ, മുകളിലേക്ക് കയറി ഈ കരമിങ്ങനെ ഉയർന്നേൽക്കുക. ഈ കര ഉയർന്നു നിൽക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത് കിലോമീറ്ററുകൾക്കപ്പുറം ശത്രു സൈന്യത്തിൻ്റെ മേൽ ദൈവം ജയം കൊടുക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. പ്രാർത്ഥിക്കുന്നവൻ്റെ കരത്തിനകത്താ ജയം ഇരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നോ? ഹല്ലേലൂയ. കുടുംബത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ആരാധിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഞാൻ ഒന്ന് പറയാം, നിങ്ങളുടെ കരത്തിനകത്ത് ആ കുടുംബത്തിൻ്റെ ഉയർച്ച ഇരിക്കുന്നത്, ആ കുടുംബത്തിൻ്റെ മാന്യത ഇരിക്കുന്നത് നിന്റെ കരത്തിനകത്ത്. ഹല്ലേലൂയ. ആ കുടുംബത്തെ തകരാതെ ഹല്ലേലൂയ പിടിച്ചു നിർത്തുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാ. ഹല്ലേലൂയ. ഒരു ദൈവസഭയിൽ ഞാൻ ഇങ്ങനെ പറയും, ഒരു ദൈവസഭയിൽ ഒരു പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ഒരു ഭവനത്തിനകത്ത് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണ്ടെങ്കിൽ, ആ വ്യക്തി മുഖാന്തരം ആ കുടുംബം തകരപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല, ആ കുടുംബം ഉടയാൻ ദൈവം അനുവദിക്കത്തില്ല, ആ സഭ ഹല്ലേലൂയ പൊളിയാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ഒന്ന് പറയട്ടെ, ആത്മയുദ്ധത്തിനകത്ത് അവസാനത്തെ വിജയമെന്ന് പറയുന്നത് പ്രാർത്ഥിക്കുന്നവന്റെ കരങ്ങളിലാ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ ആത്മമണ്ഡലത്തിൽ യുദ്ധം ചെയ്യുന്നവരോട് ആത്മാവിൽ ഞാൻ ഒരു ദൂത് കൈമാറട്ടെ. നിങ്ങൾ ഹല്ലേലൂയ പ്രാർത്ഥനാ ജീവിതത്തിനകത്ത് ഏതെങ്കിലും മേഖലകളിൽ പുറകോട്ട് പോയിട്ടുണ്ടെങ്കിൽ ദൈവാത്മാവ് നിങ്ങളെ നോക്കി പറയുന്നു, നിങ്ങളുടെ കരത്തിനകത്ത് ആ വിജയമുണ്ട്. പ്രാർത്ഥനാ മുറിയിലേക്ക് കയറിക്കോ. ചില മേഖലകളെ നിങ്ങൾ പരാജയപ്പെടുത്താൻ ശത്രു നോക്കിയിരിക്കുമ്പോൾ, ശത്രു ഉന്നം വച്ച് നിങ്ങളുടെ കുടുംബജീവിതത്തെ പരാജയമാക്കാൻ, നിങ്ങളുടെ സാമ്പത്തിക മേഖലകളെ തകർത്തു കളയാൻ, നിങ്ങളുടെ ഭൗതിക ആത്മീയ മേഖലകളെ ഇല്ലാതാക്കാൻ ശത്രുവായവൻ കെണിയൊരുക്കി പദ്ധതി ഒരുക്കി നോക്കിയിരിക്കുമ്പോൾ ഒന്ന് ഞാൻ ആത്മാവിൽ കൈമാറട്ടെ, പ്രാർത്ഥിക്കുന്ന കരത്തിനകത്ത് ആ വിജയമുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ചില കരത്തിനകത്തേക്ക്, ചില കുടുംബത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ കരമിറങ്ങി വരികയാണ്. ഓ ഹല്ലേലൂയ. ഇതുവരെയും ചെന്നെത്താത്ത മേഖലകൾക്കകത്തേക്ക്, ഇതുവരെയും നിന്റെ ജീവിതത്തെ പരാജയമാക്കിയ വിഷയത്തിനകത്തേക്ക് ദൈവത്തിൻ്റെ ജയത്തിൻ്റെ കരമിറങ്ങുകയാ. വിശ്വസിക്കുന്നവർ ഈ ദൈവശബ്ദത്തോടൊന്ന് പ്രതികരിച്ചാട്ട്. ഹല്ലേലൂയ. മൗനമായിരിക്കരുത്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്നവൻ ആരുണ്ടോ അവനെ ഇന്ന് പകൽ ദൈവത്തിന് അറിയാം, ഇന്നത്തെ ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. എത്രയൊക്കെ ഉയർന്നു നിൽക്കുന്ന പർവ്വത സമാനമായ വിഷയങ്ങളായാലും അതിനെ മഞ്ഞുപോലെ ഉരുക്കുവാൻ, സമഭൂമിയാക്കാൻ, മഞ്ഞുപോലെ ഉരുക്കാൻ കഴിയുന്ന ഒരു നാമമേ ഉള്ളൂ. അത് കർത്താവിന്റെ നാമമാണ്. പ്രാർത്ഥനയിൽ കൂടിയേ അത് സംഭവിക്കത്തേ ഉള്ളൂ. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ പ്രതികരിച്ചാട്ട്. ആത്മയുണ്ട്. ഹല്ലേലൂയ. കുഞ്ഞേ ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. നീ നിൽക്കുന്നത് ഒരു പോർക്കളത്തിലാ, ഒരു പോരാട്ട ഭൂമിയിലാ നീ നിൽക്കുന്നത്. ദൈവങ്ങളെ, ഒരു ദൂതും കൂടെ പറഞ്ഞ് നിർത്തിയേക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഈ ആത്മ ജീവിതത്തിനകത്തേക്ക് വരുമ്പോൾ
ഒന്ന് ചിന്തിച്ചോണം. സ്തോത്രം. എവിടെയൊക്കെയോ ദൈവം ഒരു പ്രൊമോഷൻ നിനക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തുകയെ. ഹല്ലേലൂയ. ഇന്നുവരെ ഇല്ലാത്ത ഒരു ആത്മയുദ്ധത്തിനകത്താണ് കുഞ്ഞാ നീ പോകുന്നത്. ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിലൊന്ന് പ്രവചിക്കാൻ നിനക്ക് വേണ്ടി എന്തോ ഒരു വലിയ കാര്യം ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. യെസ്. ദൈവം ഒരുക്കി വെച്ചത് ഇന്ന് കുഞ്ഞാ നിനക്ക് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും നാളുകളിൽ ദൈവം നിന്റെ കരത്തിനകത്ത് തരും. വിശ്വസിച്ചോ. ഓ ഹല്ലേലൂയ. ഇന്നു വരെ പോകാത്ത ആത്മീയ യുദ്ധത്തിനകത്താണോ നീ നിൽക്കുന്നതെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് നിന്നെ പ്രൊമോഷനിലേക്ക്. നമുക്കറിയാം, ഒരു സ്റ്റാൻഡേർഡിൽ നിന്ന് അടുത്ത സ്റ്റാൻഡേർഡിലേക്ക് കയറണമെങ്കിൽ ഒരു പരീക്ഷയുണ്ട്, ഒരു എക്സാം ഉണ്ട്. ആ എക്സാമിനകത്ത് വിജയിച്ചെങ്കിൽ മാത്രമേ അടുത്തതിലേക്ക് ഒരു എൻട്രി ഉള്ളൂ. സ്തോത്രം. അങ്ങനെയെങ്കിൽ ദൈവാത്മാവ് ഈ പകൽക്കാലം ചില അനുവദിക്കുന്നത്, നീ ഈ നിലവാരത്തിൽ നിന്നാൽ പോരാ, നീ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറണം. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ എവിടെയൊക്കെയോ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടു. ഏലിയാവ് എവിടെയൊക്കെയോ തളർന്നിരിക്കുന്നത് കണ്ട് ദൂതനെ വിട്ട് തട്ടി ഉണർത്തിയതുപോലെ ഇന്ന് പകൽ ആത്മാവ് ചിലരെ തട്ടി ഉണർത്തി പറയുകയാണ്, നീ എഴുന്നേൽക്ക്, നിനക്ക് ദൂരയാത്ര ചെയ്യുവാനുണ്ട്. ഹല്ലേലൂയ. നീ ഈ നിലവാരത്തിൽ ഒതുങ്ങിയിരുന്നാൽ പോരാ, ദൈവം നിന്നെ അനേകരുടെ വ്യക്തികളുടെ അകത്തേക്ക് അയക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അനേകർ നിന്നിൽ കൂടി വിടുവിക്കപ്പെടുവാൻ എൻ്റെ ദൈവം നിന്നിൽ കൂടി ആഗ്രഹിക്കുന്നു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ, നമ്മുടെ ജീവിതത്തിൽ കൂടെ അനേകർ വിടുവിക്കപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുന്നു മക്കളെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ചില പരീക്ഷകളിൽ കൂടെ കടക്കാതെ ചില പ്രൊമോഷൻ നാം പ്രതീക്ഷിക്കരുത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് വരുന്ന വിഷയത്തെ നാം എപ്രകാരം തരണം ചെയ്യുന്നോ അതിനനുസരിച്ച് അടുത്ത പ്രൊമോഷൻ നിനക്ക് കിട്ടുന്നത്. അടുത്ത എന്തു പോസ്റ്റ് നിനക്ക് തരണമെന്ന് ഹല്ലേലൂയ ദൈവം തീരുമാനിക്കുന്നത് തന്ന വിഷയത്തിനകത്ത് നീ എപ്രകാരം നിലനിന്നു എന്നുള്ളതാണ്. ഓ ഹല്ലേലൂയ. നീ എപ്രകാരം വിശ്വസ്തയോടെ നിന്നു എന്നുള്ളതാണ്. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷകൾ, നിന്നെ ഏൽപ്പിച്ച ചെറിയ ചെറിയ കാര്യങ്ങൾക്കകത്ത് നീ എപ്രകാരം വിശ്വസ്തയോടെ നിന്നോ, ലാഭ ഇച്ഛകൾ പ്രതീക്ഷിക്കാതെ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ നിന്നതുകൊണ്ട് ഒന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, എൻ്റെ ദൈവത്തിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ ദൈവം നിന്നെ ഒരു മാന്യതയുടെ തലങ്ങളിലേക്ക് ഉയർത്തും. യേശുവിൻ്റെ നാമത്തിൽ ചില ആത്മയുദ്ധങ്ങൾ ഇന്ന് പകൽക്കാലം ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഹല്ലേലൂയ രണ്ടാമത്തെ സെക്ഷനിനകത്ത് ദൈവം ചില ആത്മയുദ്ധങ്ങൾ, നിങ്ങൾ പോകുന്ന ചില യുദ്ധത്തിനകത്ത് ദൈവാത്മാവ് ചില വിജയം തരാൻ പോകുകയാണ്. ഓ, നീ നാളുകളായി പ്രാർത്ഥിക്കുന്ന, നാളുകളായി കരയുന്ന, ആരോടും പറയാതെ ദൈവത്തോടും മാത്രം കൈമാറുന്ന ചില വിഷയങ്ങൾക്കകത്ത് ദൈവാത്മാവ് പറയുന്നു, അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ ഉത്തരം ഇറങ്ങുവാൻ സമയമായി. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഒന്നിന്ന് പകൽ വിശ്വസിക്കാൻ തയ്യാറാകുമോ? നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും. ഹല്ലേലൂയ. ഒരു പോർക്കളത്തിലാണ് നാം നിൽക്കുന്നത്. നമുക്ക് യുദ്ധമുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ വൃദ്ധന്മാരെ പോലും തെറ്റിക്കുവാൻ ഊടാടി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ശത്രുവിൻ്റെ മുമ്പിൽ ജയത്തോടെ നിൽക്കണമെങ്കിൽ പ്രാർത്ഥനക്കാർ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഈ ദൂത് ഇവിടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മീയ യുദ്ധത്തിൽ അവസാനത്തെ വിജയം പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങളിലാ. ഓ ജീസസ്. ഉപവസിക്കുന്നവൻ്റെ കരങ്ങളിലാ, കണ്ണുനീരുള്ളവൻ്റെ കരങ്ങളിലാ, പ്രാർത്ഥിക്കുന്നവൻ്റെ കരങ്ങളിലാ, രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് കരയുന്നവൻ്റെ കരങ്ങളിലാ. ഓ ഹല്ലേലൂയ. ആത്മഭാരമുള്ളവൻ്റെ കരത്തിലാ വിജയം.